നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം കത്തോലിക്ക സഭയെ ഉന്നം വെച്ച് നീങ്ങുകയാണ് സംഘപരിവാർ. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന ലേഖനം അതാണ് സൂചിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ സ്വത്തിനെക്കുറിച്ച് അനവസരത്തിലുള്ള അനാവശ്യ പരാമർശം ചില ആപൽ സൂചനകൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പോൾ ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ആ ലേഖനം പിൻവലിച്ചുവെങ്കിലും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് RSSന്റെ യഥാർത്ഥ മനസ്സിലിരിപ്പാണ്. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ അത്യന്തം തീവ്രമായ അപരമത വിരോധമാണ് ആ ലേഖനത്തിൽ കാണാൻ കഴിയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓരോന്നോരോന്നായി ലക്ഷ്യം വെച്ച് പടിപടിയായി തകർക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായി വേണം ഇതിനെ കാണാൻ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി നിന്ന് ഇതിനെ ചെറുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂനപക്ഷങ്ങളോടുള്ള സംഘപരിവാറിന്റെ ഈ നിലപാടുകൾ ചർച്ചയാകുമ്പോഴാണ് എമ്പുരാനിലൂടെ സംഘപരിവാറിന്റെ ഉച്ചിയിൽ തന്നെ കിട്ടിയ അടിക്ക് പ്രതികാരവുമായി ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ റെയ്ഡും പൃഥ്വിരാജിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസും. കടുത്ത പ്രതികാരത്തോടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയും തേടി ഇറങ്ങിയിരിക്കുകയാണോ സംഘപരിവാർ? അന്വേഷിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ. സംഘത്തിന്റെ ലക്ഷ്യം ഇനി സഭയോ? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് M പ്രകാശൻ മാസ്റ്റർ, BJP വക്താവ് ജോമോൻ ചക്കാലക്കൽ, എക്ലീഷ്യ യൂണിയൻ ഇന്റർനാഷണൽ ഫോറം ചെയർമാൻ റവറന്റ് ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, MES അധ്യക്ഷനും കേരള ഫിലിം ചേംബർ കോമേഴ്സിന്റെ പ്രസിഡന്റുമായിട്ടുള്ള പ്രമുഖ സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ PA ഫസൽ ഗഫൂർ എന്നിവർ. ഏറ്റവും ആദ്യം ജോമോൻ ചക്കാലക്കലിലേക്കാണ് പോകുന്നത്. ജോമോൻ, നമുക്കൊക്കെ അറിയാം ഈ വിചാരധാരയിൽ ആദ്യം ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരെയാണ്, രണ്ടാമത് ആരെയാണ്, അടുത്തത് ആരെയാണെന്ന്. അങ്ങനെയാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകളിലേക്ക് എന്ന ഒരു പ്രയോഗം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാക്കി. ഇനി അടുത്തത് ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയ്ക്കാണോ ഓർഗനൈസറിൽ വന്ന് വിവാദമായപ്പോൾ പിൻവലിച്ച ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ വിഷയം, ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. കാരണം ഇപ്പോ നമ്മള് കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, കേരളത്തിൽ 600-ൽ പരം ആളുകളുടെ വീടിനും അവരുടെ സ്ഥലത്തിനുമെല്ലാം ഒരു വലിയ പ്രശ്നം നടന്നതും അതിന് പകരമായി കേന്ദ്രം സർക്കാർ നമുക്കറിയാം അവിടെ വലിയൊരു നിയമം പാസ്സാക്കുകയും വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോ ക്രിസ്ത്യൻ സമുദായം BJPയോട് അടുക്കുന്നു എന്ന് തോന്നുമ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ചില ചർച്ചാ വിഷയങ്ങൾ, ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ചർച്ചകളെല്ലാം ഉണ്ട്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ജബൽപൂരിലെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തെ അത് BJPയുടെ തലയ്ക്കും അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയാ BJPയുടെ പരിവാർ സംഘടനകളുമാണെന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം വലിയ ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു പല കോളുകളും ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ ഞങ്ങളുടെ ആ ഒരു കാര്യം ഞങ്ങൾക്കത് പറയാൻ പറ്റൂ. ഇപ്പൊ ജബൽപൂരിൽ നടക്കുന്ന ഒരു ആക്രമണത്തെ കുറിച്ച് ഞങ്ങൾ ഇന്നൊരു പഠനം നടത്തിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, മധ്യപ്രദേശിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2023 ജൂൺ 6-ാം തീയതി തന്നെ ഈ മധ്യപ്രദേശിൽ ഇപ്പോൾ ഈ അച്ഛന്മാരെ ആക്രമിച്ചു എന്ന് പറയുന്ന ഈ സേന കോൺഗ്രസ് എന്ന് പറയുന്ന അവിടുത്തെ മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായ അദ്ദേഹത്തിന്റെ പേരടക്കം നമുക്കറിയാം, അതെല്ലാവിടെയും കിട്ടും. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബജ്രംഗ് സേന കോൺഗ്രസിൽ ലയിച്ചു, BJPയെ പരാജയപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ എടുത്തു. ഞാൻ മലയാളം അതിന്റെ പറയുന്ന നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത് ഹിന്ദുവിലുള്ളൊരു വാർത്തയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുകയാണ്, തെരഞ്ഞെടുപ്പിന് ഇതുകൊണ്ട് ബജ്രംഗ് സേനയുടെ ദേശീയ അധ്യക്ഷൻ രൺബീർ പട്ടേലിയും മറ്റും നിരവധി പേരും പാർട്ടി സംസ്ഥാന അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിമാരെ കമൽനാഥിന്റെയും അടുത്തിടെ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മാറിയ ദീപക് ജോഷിയുടെയും സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേരുന്നു.
നോക്കൂ ലാലെ, ഇവിടെ വാസ്തവമായിട്ട് നമ്മൾ ആടിനെ പട്ടിയാക്കുക അല്ലെങ്കിൽ പട്ടിയെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് എന്താ ഉണ്ടാകുക? കേരളത്തിൽ BJPയുമായി അല്ലെങ്കിൽ ഒരു വലിയ അടുപ്പം ക്രൈസ്തവ സമുദായം കൊണ്ടു നടക്കുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരും. ഈ ഇത്തരത്തിലുള്ള പ്രവീൺ തൊഗാഡിയെ പോലെയുള്ള അതിതീവ്ര ഹിന്ദുത്വം പറയുന്ന ആളുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ട്. അതൊക്കെ അത്ര നമുക്കറിയാം. ഇന്ത്യയിൽ 146 ശരി, ജോമോൻ ഞാൻ ജോമോൻ പറഞ്ഞ ആദ്യ ഭാഗത്തൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. ആരാണ് ആടിനെ പട്ടിയാക്കുന്നത് എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ. പക്ഷേ താങ്കൾ ഇപ്പോൾ പറഞ്ഞതിനകത്ത് ഈ ബജ്രംഗ് സേന എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ ഈ ബജ്രംഗ് ദൾ എന്നുള്ളത് അത് അങ്ങ് ഇല്ലാതാകുമോ? ആളുകളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാകുമോ? അത് കോൺഗ്രസിന് ഒരു മിനിറ്റ് കേൾക്കൂ. എനിക്ക് ചോദിക്കണമല്ലോ. ഇത് കോൺഗ്രസിന്റെ തലയിലേക്ക് ഇതെടുത്തു വെച്ചാൽ അത് ജബൽപൂരിൽ നടന്നത് മുഴുവൻ കോൺഗ്രസുകാർ ആണ് ചെയ്തത് എന്നാകുമോ? 2021 ഒരു കഥയും താങ്കൾ പറയുന്നുണ്ടായിരുന്നു. എന്റെ ചോദ്യം ഇതൊന്നും ആയിരുന്നില്ല. ഇന്ന് ഓർഗനൈസറിൽ എന്റെ ചോദ്യം ഇന്നലെ ഓർഗനൈസറിൽ വന്ന ലേഖനമാണ്. ആ ലേഖനത്തിൽ പറയുന്നത് ക്രൈസ്തവ സഭകൾക്കാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ളത്, സ്വത്തുള്ളത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞാൽ അവർക്കാണ് ആസ്തിയുള്ളത് എന്നതാണ്. ആ കണക്കെടുപ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആ കണക്കെടുപ്പ് പെട്ടെന്ന് അങ്ങനെ ഒരു വാർത്തയായപ്പോൾ അത് പിൻവലിച്ചത് എന്തിനായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത്. അല്ല, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതെല്ലാം തെളിയിക്കേണ്ടതാണെന്നേ. ഞാൻ ചോദിക്കട്ടെ, കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ ഇത് ആരുടെ കയ്യിലിരുന്നാലും, അത് ലാലിന്റെ കയ്യിലിരുന്നാലും, അത് എന്റെ കയ്യിലിരുന്നാലും, അത് ഏത് സംഘടനയുടെ കയ്യിലിരുന്നാലും കൃത്യമായ രേഖകളില്ലാത്ത സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ വഖഫ് പോലെ ഇന്ന കാണുന്ന ഭൂമിയൊക്കെ ഞങ്ങളുടേതാണ്, വഖഫിന്റേതാണെന്ന് അവർ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള എന്തുണ്ടെങ്കിലും അതെല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടണമെന്നേ. അത് ക്രൈസ്തവരായതുകൊണ്ട് ഓഡിറ്റ് ചെയ്യാതിരിക്കുകയോ ഹൈന്ദവരായതുകൊണ്ട് ഓഡിറ്റ് ചെയ്യാതിരിക്കുകയോ അങ്ങനെയൊന്നും പാടില്ലാന്നേ. ഇപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, എന്തിനാണ് ആ ലേഖനം ഓർഗനൈസറിൽ നിന്ന് പിൻവലിച്ചത്? എന്തിനാണ് അത് ധൈര്യപൂർവ്വം മുന്നോട്ട് വെക്കണ്ടേ? അല്ല, ഇനി അത്തരത്തിൽ അത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ ഒരു പക്ഷേ ആ ലേഖനം പ്രസിദ്ധീകരിച്ച ആളുകൾക്ക് അതിൽ എന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ അതിൽ ആ പറഞ്ഞ എന്തെങ്കിലും കൃത്യമായ കണക്കുകൾ അവരുടെ കയ്യിൽ ഇല്ലാതെ പോവുക എന്തെങ്കിലും ആയിരിക്കാം. അത് പിൻവലിച്ചതിനെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കണം. കൃത്യമായിട്ട് എനിക്ക് അതിനെ കുറിച്ച് ഇപ്പോ നിങ്ങളോട് കൃത്യമായി പറയാൻ കഴിയുകയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാം ഓഡിറ്റ് ചെയ്യണം. ഈ പഴയ ഇന്ത്യ അല്ല. ഒരു രൂപയ്ക്കും നമുക്ക് ഇവിടെ കണക്കുണ്ട്, ഓരോ സ്ഥലത്തിനും കണക്കുണ്ട്. അപ്പൊ വഖഫുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, മുസ്ലിങ്ങളെ ആരെങ്കിലും അത് വിരോധികളായിട്ടുള്ള ചിത്രീകരിച്ചോ? എത്രയോ മുസ്ലിം സഹോദരങ്ങളാണ് കേക്ക് കൊടുത്തത്, എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ലഡു കൊടുത്ത് ആഘോഷിച്ചത്. എന്തിനാണ് ആഘോഷിച്ചത്? അവരുടെ 4-5 സെന്റുള്ള കിടപ്പാടം നഷ്ടപ്പെടുന്നു. അപ്പൊ ഇത് എല്ലാവർക്കും വേണ്ടി എല്ലാ മുസ്ലിം സഹോദരങ്ങളും നമുക്ക് മുനമ്പത്തേക്ക് പോകാം. നിങ്ങളുടെ താല്പര്യം മുനമ്പം മാത്രം ചർച്ച ചെയ്യണമെന്നായിരിക്കും. പക്ഷെ മുനമ്പം ചർച്ച ചെയ്യണമെന്ന് എനിക്കും താല്പര്യമുണ്ട്. കാരണം മുനമ്പത്ത് നിങ്ങൾ എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്ന് നിങ്ങളിപ്പോൾ ഈ ചർച്ചയിലൂടെ പറയുമ്പോൾ ഈ മുനമ്പത്തെ ആളുകൾ ഇവിടെ ഇരിക്കുന്ന ഫാദർ ജോൺസൺ തേക്കടയിൽ ഉൾപ്പെടെ അവരുടെ കാര്യങ്ങൾ ഇടപെടുന്ന ഒരാളാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ ഈ വഖഫ് ബില്ല് വന്നതോടുകൂടി എല്ലാം പരിഹരിച്ചോ എന്ന് എനിക്ക് ചോദിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ അല്ലാതെ അവിടെ നിന്നുള്ള വാർത്തകൾ തന്നെ നിങ്ങളുടെ നേതാക്കൾ തന്നെ പറഞ്ഞതായി ഇപ്പോൾ പുറത്തേക്ക് വാർത്തകൾ വരുന്നുണ്ട്. ഞാൻ പറയാം. അപ്പോഴും എനിക്ക് താങ്കളോട് ഇപ്പോഴും ചോദിക്കാനുള്ളത്, വിചാരധാരയിൽ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഇനിയിപ്പോ ക്രിസ്ത്യാനികൾ അധികം സ്വത്ത് നേടിയിട്ടുണ്ടെങ്കിൽ അതിനി പിടിച്ചെടുക്കണം, ആ കണക്കുകൾ പുറത്തേക്ക് വരണം എന്ന വളരെ നിഷ്പക്ഷമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചോ? അല്ല, നോക്കൂ, ഈ വിചാരധാരയെ കുറിച്ച് തന്നെ RSS മുതിർന്ന നേതാക്കളെല്ലാം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് എഴുതിയ കാലവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ കാലാനുസൃതമായി വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താൻ അവർ തയ്യാറാണെന്നും അന്ന് ഇത് എഴുതിയ കാര്യങ്ങൾ അതേപടി ഇത് മറ്റു ഖുറാൻ പോലെയോ ബൈബിൾ പോലെയോ അതിലൊരു മാറ്റവും വരുത്തരുതെന്നൊന്നും അല്ലല്ലോ. ഖുറാൻ പോലെയോ ബൈബിൾ പോലെയുള്ള ഒരു പുസ്തകമൊന്നും അല്ലല്ലോ വിചാരധാര. RSSന്റെ ബൈബിളാണ്, അത് മനസ്സിലാകുന്നു. പക്ഷേ വിചാരധാരയിൽ ആ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം. അത് വേറെ കാര്യം, അത് പറയേണ്ടവർ പറയണം. ഇതല്ല ചോദ്യം. ഈ ക്രിസ്ത്യാനികൾ ഇപ്പോ അവരുടെ ഒരു സഭയിൽ, ക്രൈസ്തവ സഭ, ഒരു സഭ എന്ന് പറയുമ്പോഴും അത് ഇന്ത്യയിലെ പല സഭകൾ കൂടിച്ചേർന്ന ഒരു സഭയായിട്ടാണ് ഈ കത്തോലിക്ക സഭയെ ഞാൻ മനസ്സിലാക്കുന്നത്. ആ ക്രൈസ്തവരുടെ സഭ ആണ് ഏറ്റവും വലിയ രീതിയിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ഏത് സർവേ വെച്ചാണ് കണ്ടുപിടിച്ചത്? നിങ്ങൾ സർവേ നടത്തിയിട്ടുണ്ടാകും. നിങ്ങൾ പുറത്തേക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്നോട്ട് തുടങ്ങി, ആളുകൾ അറിയട്ടെ. അങ്ങനെ അല്ല, കേൾക്ക്, അങ്ങനെ ക്രൈസ്തവ സഭയുമായിട്ട് എന്തെങ്കിലും നീരസം ഉണ്ടായിരുന്നെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്
ഇവിടെ 2-3 പ്രാവശ്യം അധികാരം കിട്ടിയപ്പോ ആദ്യം വെച്ച ഒരു മന്ത്രി കേരളത്തിൽ എത്ര ഹൈന്ദവ നീരസമുള്ളപ്പോഴാണോ ജോമോൻ ചക്കാലക്കൽ, നീരസമുള്ളപ്പോഴാണോ നിങ്ങൾ ഈ കണക്കെടുക്കുന്നത്? ഈ രാജ്യത്ത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇൻകം ടാക്സിന്റെ കയ്യിലും മറ്റ് എൻഫോഴ്സ്മെന്റിന്റെ കയ്യിലും ഒക്കെ ഈ കണക്കുകൾ വേണമല്ലോ. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കപ്പെടണമല്ലോ. താങ്കൾ തന്നെയല്ലേ പറഞ്ഞത്? അങ്ങനെ ക്രൈസ്തവ സഭകൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് നീരസമില്ല എന്ന് കാണിക്കാൻ നിങ്ങൾ ഇതൊന്നും മറച്ചു പിടിച്ച് ഇത്രയും കാലം മുന്നോട്ട് പോവുകയായിരുന്നോ? അല്ല, പറയുന്നു കേൾക്കൂ. അതാലെ ഞാൻ പറയുന്ന അവസരം തരൂ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, വഖഫ് പോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ സഭകളുടെ കയ്യിൽ ഇനി അനധികൃതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊരു വാർത്തയിലേക്ക് വരികയാണ് ജോമോൻ. ഞാൻ വരാം. ഞാൻ ഇതിനിടയിൽ തന്നെ നമുക്കൊരു പ്രധാന വാർത്തയും കൂടി ഈ ചർച്ചയുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത അനുസരിച്ച് ഫേസ്ബുക്കിലൂടെ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ വധഭീഷണി മുഴക്കിയതിന് BJP നേതാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. കോഴിക്കോട് അഴിയൂർ സ്വദേശി സജിത്തിനെതിരെ ആണ് ചോമ്പാല പോലീസ് കേസെടുത്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ ചർച്ചയിൽ തന്നെ ക്യാരി ചെയ്യേണ്ട ഒരു വാർത്തയാണ്. ഇപ്പോൾ വിജിൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. വിജിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ജോൺ ബ്രിട്ടാസ് പാർലമെന്റിലും പുറത്തും ഒക്കെ ഈ സംഘപരിവാറിന്റെ ആക്രമണത്തിനെതിരായി വലിയ രീതിയിൽ ശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിനിടയിലാണ് ഫേസ്ബുക്കിലൂടെ വധഭീഷണി ഉണ്ടായത്. ജോൺ ബ്രിട്ടാസിനെ വെടിവെച്ച് കൊല്ലണമെന്നാണ് BJP പ്രവർത്തകൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേസെടുക്കണം എന്ന് കാണുന്നു. എന്താണ് വിശദാംശങ്ങൾ? വിജിനിലേക്ക് വരാം. വിജിനാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ഉൾപ്പെടെ എന്താണ് ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ പറഞ്ഞത് നമുക്കറിയാം. ഒരു ചാനലിന്റെ പോലും തലപ്പത്തിരിക്കുന്ന ജോൺ ബ്രിട്ടാസിനെ അവിടെ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾ പോലും അദ്ദേഹത്തിന്റെ എന്തോ തരത്തിലുള്ള ഇടപെടലാണ് എന്ന് കാണുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് വേണം കേന്ദ്ര മന്ത്രി സുരേഷ് ഗോപിയെ പോലും കാണേണ്ടി വരുന്നത്. ആ ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയുടെ പോലും മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം ജോൺ ബ്രിട്ടാസിനെതിരെ ഈ വെടിവെച്ച് കൊല്ലണമെന്ന BJP പ്രവർത്തകൻ കോഴിക്കോട് അഴിയൂർ സ്വദേശി സജിത്ത് എന്ന ആൾ ഇടപെട്ടതിനെ കണ്ടത്. വിജിൻ ചേർന്നിരിക്കുന്നു. വിജിൻ, എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന നടപടികളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്? എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി ഇയാളുടെ പേരിൽ പോലീസ് കേസെടുത്തു. അതിൽ FIRന്റെ കോപ്പിയാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനവും വാഗ്വാദവുമാണ് ഈ ജോൺ ബ്രിട്ടാസ് എംപിയും ഒപ്പം തന്നെ ഭരണപക്ഷവും തമ്മിൽ നടന്നിരുന്നത്. വലിയ തരത്തിലുള്ള എതിർപ്പ് ജോൺ ബ്രിട്ടാസ് എംപി പാർലമെന്റിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയും ചെയ്തു. അത് വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. രാജ്യത്തുൾപ്പെടെ ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രസംഗം അത് വലിയ തരത്തിലുള്ള ചർച്ചയായിരുന്നു ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഫേസ്ബുക്കിൽ ഇട്ട കുറിപ്പിന് താഴെ ജോൺ ബ്രിട്ടാസ് എംപിയെ വെടിവെച്ച് കൊല്ലണം, അതിൽ തനിക്ക് എന്ത് കേസ് വന്നാലും പ്രശ്നമില്ല എന്ന് ഈ അഴിയൂർ സ്വദേശി സജിത്ത് പറഞ്ഞിട്ടുള്ള കമന്റ് പുറത്തു വന്നത്. ഇതിനെതിരെ ഉള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. യെസ്, എന്തായാലും ജോൺ ബ്രിട്ടാസ് ഈ കാര്യത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അത്. പാർലമെന്റിൽ അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് നിന്നത് എന്നുള്ളത് നമുക്കറിയാം. അവിടെ എതിർപക്ഷത്തുള്ള ട്രഷറി ബെഞ്ചിലുള്ള ആളുകൾ എന്താണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമായി തെളിവുകൾ സഹിതം പറയുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ ചെയ്തത്. പുറത്തും അദ്ദേഹം ആ രീതിയിൽ തന്നെ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. വിജിൻ, ഈ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഏത് രീതിയിലാണ് ജോൺ ബ്രിട്ടാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് കണ്ട് താഴോട്ട് BJPയുടെ അണികൾ പോലും ഇളകുന്നു എന്ന തരത്തിൽ ഈ കാര്യങ്ങൾ കാണേണ്ടതുണ്ടോ? അങ്ങനെ പോലും ഈ ഫേസ്ബുക്കിലൂടെ വന്ന പ്രതികരണത്തെ പോലീസ് അന്വേഷിക്കുന്നുണ്ടാകുമോ? വിജിൻ, വിജിനിലേക്ക് വരാം. ഒപ്പം ലതീഷ് കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ഈ റിപ്പോർട്ടിങ്ങിൽ ചേരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലതീഷിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വന്ന പ്രേക്ഷകർ കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ
ഫേസ്ബുക്കിലൂടെ വധഭീഷണി മുഴക്കുകയായിരുന്നു BJP പ്രവർത്തകൻ. കോഴിക്കോട് സ്വദേശി സജിത്താണ് ഇക്കാര്യത്തിൽ ജോൺ ബ്രിട്ടാസിനെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഒരു BJP പ്രവർത്തകന് ജോൺ ബ്രിട്ടാസ് MP-യെ വെടിവെച്ച് കൊല്ലണം എന്ന് തോന്നിയത് എന്ന് പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. ലതീഷ് ഇപ്പോൾ ചേർന്നിരിക്കുന്നു. ലതീഷ്, എന്തുകൊണ്ടാണ് ഒരു BJP പ്രവർത്തകൻ ഇങ്ങനെ ജോൺ ബ്രിട്ടാസ് എന്ന ഒരു CPIM MP-യെ വെടിവെച്ച് കൊല്ലണം എന്ന് തോന്നുന്ന രീതിയിൽ ഒരു മനസ്സുണ്ടായത് അയാൾക്ക്? അത് ഫേസ്ബുക്കിലൂടെ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പോലീസ് അന്വേഷിക്കില്ലേ? ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വടകര ചോമ്പാൽ പോലീസ് അന്വേഷണം നടത്തുകയും ചോമ്പാൽ സ്വദേശിയായ ചോമ്പാൽ സ്റ്റേഷൻ പരിധിക്ക് വരുന്ന BJP പ്രവർത്തകൻ സജിത്തിനെതിരെ ചോമ്പാൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വഖഫ് ബില്ലിനെതിരെ രാജ്യസഭയിൽ സംസാരിച്ചതിന്റെ പേരിലാണ് ഇതുമായി ബന്ധപ്പെട്ട് സജിത്തിന്റെ ഭാഗത്തുനിന്നും വളരെ മോശമെന്നും പറയാവുന്നതിനപ്പുറമുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. ജോൺ ബ്രിട്ടാസിനെ വെടിവെച്ച് കൊല്ലണമെന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കമന്റിലൂടെ ആവശ്യപ്പെട്ടത്. ഒപ്പം വളരെ മോശം ചില പദപ്രയോഗങ്ങളും ജോൺ ബ്രിട്ടാസ് MP-ക്കെതിരെ സജിത്ത് നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സജിത്താണ് ഈ ഫേസ്ബുക്ക് കമന്റ് ഇട്ടതെന്നും മനസ്സിലാവുകയും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസിന് ഈ വിവരം ലഭിച്ചിരുന്നു. സജിത്ത് തന്നെയാണോ എന്നുള്ള കാര്യത്തിലൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അത് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇപ്പോൾ സജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സജിത്ത് മുമ്പ് വിദേശത്തായിരുന്നെങ്കിലും ഇപ്പോൾ നാട്ടിലുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. BJP-യുടെ സജീവ പ്രവർത്തകനാണ്. വടകര ചോമ്പാൽ പ്രദേശത്തെ BJP-യുടെ സജീവ പ്രവർത്തകനാണ് സജിത്ത്. സജിത്തിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കേസ് വന്നിരിക്കുന്നത്. യെസ്, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഞാനത് ജോമോൻ ചക്കാലക്കലിനോട് തന്നെ ആ കാര്യം കൂടെ ഒന്ന് ചോദിക്കട്ടെ. ജോമോൻ, വഖഫ് ബില്ലിനെതിരെ നിലപാടെടുത്തതുകൊണ്ടും പ്രസംഗിച്ചതുകൊണ്ടും ഒരു BJP പ്രവർത്തകൻ ഒരു CPIM MP-യെ വെടിവെച്ച് കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്യുക, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്ന കാര്യങ്ങളിലേക്ക് വരെ ഈ രാജ്യത്ത് എത്തിയതെന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിൽ ആളുകളുടെ മനസ്സിനെ വക്രീകരിച്ച് മറ്റൊരു രീതിയിലേക്ക് സൈക്കിയെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അത്തരമൊരു അസാധാരണ അവസ്ഥയാണോ ജോമോൻ? എന്റെ ലാലെ, ഇങ്ങനത്തെ മാനസിക രോഗികളൊക്കെ എല്ലാവരുടെയും ഇല്ലേ? ഇങ്ങനെ നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഞങ്ങളുടെ ഏതെങ്കിലും സംസ്ഥാന ഭാരവാഹികളോ ഞങ്ങളുടെ ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളാണ് ഇത് പറഞ്ഞതെങ്കിൽ ശരി, ഞങ്ങൾ ഈ നിമിഷം തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇത് അനുഭാവികൾ എന്ന് പറയുകയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനസിക രോഗികളൊക്കെ കേരളത്തിൽ എല്ലാവരുടെയും ഉണ്ട്. ഇതൊക്കെ കൈരളി പോലെയുള്ള ഫ്ലോറിൽ 10 മിനിറ്റ് ഒക്കെ എടുത്ത് താങ്കൾ ഒരു ചർച്ചയുടെ ഇടയിൽ എന്തുകൊണ്ടാണെന്നറിയോ ജോമോൻ? ഒരു മിനിറ്റ് കേൾക്കൂ. ഞാനിത് വിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പോയതാണ്. പക്ഷെ നോക്കൂ, എന്തുകൊണ്ടാണ് ഇതുപോലൊരു മാനസിക രോഗിക്ക് ഇത് തോന്നുന്നതെന്നറിയോ? ഒരു കേന്ദ്രമന്ത്രിയോട് ഈ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും പോയി ചോദിച്ചത് ജബൽപൂരിൽ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്, നിങ്ങൾ അതിനെതിരെ നടപടി എടുത്തോ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്താ അറിയോ? ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിക്കൂ എന്നാണ്. ഈ ചോദ്യം ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ കേന്ദ്രമന്ത്രി ഈ ക്രിസ്ത്യാനികളുടെ വോട്ട് നേടി നിങ്ങൾ ജയിപ്പിച്ചു എന്ന് പറയുന്ന, അതിൽ അഭിമാനം കൊള്ളുന്ന നിങ്ങളുടെ മന്ത്രിയാണ് ഇങ്ങനെ പറഞ്ഞത്. ജബൽപൂരിലെ പാവം വൈദികരോട് ഇങ്ങനെ പെരുമാറിയത് എന്തിനെന്ന് ചോദിച്ച മാധ്യമങ്ങളോട്, കൈരളിയുടെ റിപ്പോർട്ടറോട് ജോൺ ബ്രിട്ടാസിനെ വീട്ടിൽ കൊണ്ടുപോയി ഇത് വെക്കുമെന്ന്. അത് അക്ഷരം പ്രതി ഇത് കേൾക്കുന്ന മാനസിക രോഗിയായ നിങ്ങളുടെ അനുഭാവി ഉണ്ടല്ലോ, ആ അനുഭാവി ചെയ്തതാണ് വെടിവെച്ച് കൊല്ലണമെന്ന് എഴുതിയിട്ടത്. എന്ത് വ്യത്യാസം? അല്ല, അത്തരം കാര്യങ്ങളൊക്കെ പോലീസ് നോക്കട്ടെ. അദ്ദേഹത്തെ ഈ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യട്ടെ. BJP-യുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഉടനടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കും. ഒരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതിലൊന്നും ഞങ്ങൾക്ക് ഇടപെടേണ്ട ആവശ്യം പോലുമില്ല. അനുഭാവി എന്ന് പറയുന്ന ആളുകൾ എല്ലാവരുടെയും ഉണ്ട്. അതിപ്പോ ഏത് വിഷയം വന്നാലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങൾ CPM അനുഭാവി. ഈ മാനസിക രോഗിയെ മാത്രമാണോ നിങ്ങൾ പുറത്താക്കുക, അതോ ഈ മാനസിക രോഗിക്ക് വഴി കാണിച്ചു കൊടുത്ത കേന്ദ്രമന്ത്രിയെ നിങ്ങൾ പുറത്താക്കുവോ? നോക്കൂ, നിങ്ങൾ സുരേഷ് ഗോപി പറഞ്ഞ എന്താ? സുരേഷ് ഗോപി നിയമപരമായി നേരിടുമെന്നല്ലേ പറഞ്ഞു? നിയമപരമായി ശക്തമായി അത് നേരിടില്ലേ? കൃത്യമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നേ. പ്രത്യേകിച്ച് ഇവരൊരു പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്ത് ഈ ജബൽപൂരിൽ നടന്ന ആക്രമണം ഇതൊരു അട്ടിമറിയാണോ എന്ന് വരെ ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ക്രൈസ്തവ വിഭാഗം
അല്ലെങ്കിൽ കൃത്യമായി BJPക്ക് കൂടെ നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ ഒരു അട്ടിമറി സൃഷ്ടിച്ച് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കൂടെയുള്ള ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ അവർ ചെയ്ത ഒരു പ്ലാനഡ് അറ്റാക്കാണ് ഇതെന്ന് ഞങ്ങൾ ശരി, ഞാൻ അതിലേക്കാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഞാൻ വരാം ജോമോൻ ചക്കാലക്കൽ, കുറച്ച് സമയം അധികമായതുകൊണ്ടാണ് ഞാൻ വരാം. താങ്കളുടെ പ്രതികരണം ആദ്യഘട്ടത്തിൽ ഇത് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഞാൻ എം പ്രകാശ് മാഷിലേക്ക് വരുന്നതിന് മുമ്പ് ഫാദർ ജോൺസണോട് എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ദയവായി എം പ്രകാശ് മാഷ്, താങ്കൾ മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിലാണെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെയൊക്കെ ഉടനെ വരാം. ജോമോൻ ചക്കാലക്കൽ പറഞ്ഞത് കേട്ടല്ലോ. ഫാദർ ജോൺസൺ തേക്കടയിൽ ഇത് കോൺഗ്രസ്സുകാരാണ്, ബജ്രംഗ് ദൾ എന്നൊക്കെ പറഞ്ഞു വരുന്നതൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്നാണ് പറയുന്നത്. കേന്ദ്രമന്ത്രി ആ ചോദ്യത്തോട് നേരിട്ട പ്രതികരണം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർഗനൈസറിലെ ലേഖനത്തിലേക്ക് വരാം. ഓക്കെ, ലാലെ, നമ്മുടെ ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല സാധാരണ ജനങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നമ്മളെല്ലാവരും പഠിച്ചിരുന്ന, മനഃപ്പാഠമാക്കിയിരുന്ന ഒരു പ്രതിജ്ഞയുണ്ട്: ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ആ ഒരു ബോധത്തോടുകൂടെ ജീവിച്ചു വളർത്തപ്പെട്ട നമ്മൾ ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ തമ്മിൽ തല്ലുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് കൊല്ലപ്പെടുകയും ചെയ്യുന്ന ക്രൂരമായിട്ടുള്ള ഒരു വിനോദ രീതിയായിട്ട് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നതിൽ ഭരണകക്ഷിക്ക് വളരെയധികം കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ നിങ്ങളോടൊപ്പം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ജോമോൻ ചക്കാലക്കൽ പറഞ്ഞത് ഞാൻ മുഴുവനായിട്ട് കേട്ടു. ഫാദർ ജോഷി ജോർജ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വൈദികനെ ഈ കഴിഞ്ഞ മാർച്ച് 22 നമ്മുടെ ഒറീസയിലുള്ള ബർഹാംപൂർ എന്ന് പറയുന്ന ഡയസിസിലെ പട്ടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കയറി ഒരു പറ്റം പോലീസുകാർ ക്രൂരമായിട്ട് മർദ്ദിച്ചു. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇടവക അംഗങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെയും ധാരാളമായിട്ട് മർദ്ദിച്ചു. അവിടെ ലഹരി പരിശോധിക്കാൻ വരികയാണെന്നും പറഞ്ഞിട്ട് ആ വിധത്തിൽ അവിടെ കയറി വന്നപ്പോൾ ആ കുട്ടികളെല്ലാം പറഞ്ഞ് ഞങ്ങളാരും ലഹരി ഉപയോഗിക്കുന്നവരല്ല, ഞങ്ങളുടെ ഈ പള്ളി ക്ലീൻ ചെയ്യാനായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞത് അവർക്കത്ര രസിച്ചില്ല. അവരെ അടിച്ചു. അത് ചോദിക്കാൻ വന്നിട്ടുള്ള ഫാദർ ജോഷി ജോർജ് എന്ന് പറയുന്ന വൈദികനെയും ക്രൂരമായിട്ട് അടിച്ചു. അദ്ദേഹത്തിൻ്റെ സഹവികാരിയെയും ഉപദ്രവിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അവിടുത്തെ ബിഷപ്പും മറ്റുള്ള ആളുകളുമൊക്കെ SP-ക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. FIR ഇതുവരെ ഇട്ടതായിട്ടൊന്നും തന്നെ റിപ്പോർട്ട് വന്നിട്ടുമില്ല. ഇന്ന് ഞാൻ അവിടുത്തെ ഡയസിഷൻ സെക്രട്ടറി അച്ഛനുമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. നമ്മൾ തമ്മിൽ ചർച്ച ഉണ്ടെന്നുള്ള ആ അർത്ഥത്തോടുകൂടെ അല്ല, അവിടുത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അത് ഒരു സംഭവം. ഈ 2 ദിവസം മുമ്പാണ് നമ്മുടെ കർണാടകയിൽ IPC, ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സഭയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. പുതുതായിട്ട് പണിത ആലയത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അത് ശരിക്കും തുങ്കൂർ പാവക്കറ ഡിസ്ട്രിക്റ്റിലാണ് നടക്കുന്നത്. അവിടെ കാരാഗാനക്യാർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ്. 2 ഗ്രാമ നിവാസികൾ അവിടേക്ക് വരികയും അവിടെ കയറി വന്നിട്ട് ജയ് ശ്രീരാം എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ആ മീറ്റിംഗ് അലങ്കോലപ്പെടുത്തിയെന്ന് മാത്രമല്ല, അവിടെ ഉപദ്രവങ്ങൾ അഴിച്ചു വിടുകയും ആ ആലയത്തിൽ ചില വിഗ്രഹങ്ങളും ഫോട്ടോകളൊക്കെ കൊണ്ട് വെക്കുകയും അവിടെ ജയ ശ്രീരാം എന്നുള്ള ചുവരെഴുത്തുകളൊക്കെ എഴുതുകയും ചെയ്ത വാർത്തയും ഇന്ന് രാവിലെ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൂടാതെയാണ് ജബൽപൂരിലെ സംഭവം. ഇപ്പോൾ ജോമോൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ തന്നെ ആ കൾപ്രിറ്റ്സിനെ പിടിച്ച് അകത്തിട്ടാൽ മതിയായിരുന്നു. എന്തിനാ പഠിക്കുന്നത്? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് 1-ാം തീയതി സംഭവിച്ച ആ സംഭവത്തിന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു FIR ഇടാനായിട്ട് പോലീസ് സന്നദ്ധമായത്? പോലീസുകാരുടെ സമീപത്ത് നിർത്തിക്കൊണ്ടാണ് ഈ പ്രായമുള്ള 2 വൈദികരെ, വളരെ ബഹുമാന്യരായിട്ടുള്ള ആ ദേശത്ത് ഏറ്റവും അധികം മാനിക്കപ്പെടുന്ന 2 വൈദികരെ വളരെ ക്രൂരമായിട്ടൊരു സ്ത്രീ അടക്കം അടിച്ചിരിക്കുന്നത്. എന്തു പറഞ്ഞിട്ട് അടിച്ചത്? 10-55 പേരെ. അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരണം ഇന്ന് ഫാദർ തങ്കച്ചൻ ജോസ് എന്ന് പറയുന്ന സെന്റ് അലോഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പ്രിൻസിപ്പാൾ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ തങ്കച്ചൻ ജോസ് എന്ന് പറയുന്ന അച്ഛന് അതിൻ്റെ വിവരണം വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ടോക്കിൽ, വേറൊരു ടോക്കിൽ അത് കൃത്യമായിട്ട് അച്ഛൻ്റെ ടോക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, അതിൻ്റെ മൂലകാരണമായിട്ട് പറയുന്നത്
10-55 പേർ ഇവരോടൊപ്പം അവിടെ പിൽഗ്രിംസിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് 4 പള്ളികൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ്സിൽ യാത്ര ചെയ്തു. നിങ്ങൾ 2 കാര്യം ലാല ഇതിനോട് ചേർത്ത് വായിക്കണം. ഇന്നലെ നമ്മുടെ ആദരണീയനായിരിക്കുന്ന സഹമന്ത്രി, കേന്ദ്ര സഹമന്ത്രി മാധ്യമക്കാരോട്, നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രതിനിധികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ ആരാണ്? ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ മർദ്ദനങ്ങളെല്ലാം. ഈ മർദ്ദനങ്ങൾ ക്രൈസ്തവ സഭയ്ക്ക് എതിരെ നടക്കുന്ന എല്ലാ പീഡനങ്ങളും ഈ 2 ചോദ്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ളതാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദളിതരല്ലേ, നിങ്ങൾ ചണ്ടാളന്മാരല്ലേ, നിങ്ങൾ വനവാസികളല്ലേ, കാട്ടുമക്കളല്ലേ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ആഠ്യന്മാരായിരിക്കുന്ന ഞങ്ങളുടെ സമീപത്തേക്ക് വരാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധ്യമാവുമോ? നിങ്ങൾക്ക് അതിന് അനുവാദമുണ്ടോ? നിങ്ങൾ 72 അടി അകലം നിൽക്കണ്ടേ? നിങ്ങൾ ഇപ്പോഴും അവർണരായി തന്നെ വസിക്കണ്ടേ? സവർണരായിരിക്കുന്ന ഞങ്ങളുടെ അടുത്ത് വരുവാൻ തക്കവണ്ണം നിങ്ങൾ ആരാണ്? 2, ആരോടാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഞങ്ങൾ മാടമ്പിമാരാണ്. മാടമ്പിമാരായിരിക്കുന്ന സവർണരായിരിക്കുന്ന ഞങ്ങളുടെ അടുക്കൽ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നുവോ? ഞങ്ങൾ നിങ്ങൾക്ക് അതിന് അനുവാദം തരികയില്ല. ഈ അനുവാദം വാങ്ങിക്കൊടുക്കുന്ന മനുഷ്യർക്ക് അനുവാദം നൽകി കൊടുക്കാനായിട്ട് അവരെ ഉദ്യമിപ്പിക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന, അവരെ പരിശീലിപ്പിക്കുന്ന, അവർക്ക് വസ്ത്രം ധരിക്കാൻ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ, അവർക്ക് നല്ല പാർപ്പിടങ്ങൾ ഒരുക്കി കൊടുക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും പാസ്റ്റേഴ്സിനെയും ഇല്ലാതാക്കിയാൽ മാത്രമേ അവരെക്കാളും ചണ്ടാളന്മാരായിട്ട് കഴിയുകയുള്ളൂ. നല്ല മനസ്സിലായോ? ഇതാണ് ഈ ചോദ്യത്തിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം. ഞാൻ 2ാം ഭാഗത്തേക്ക് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് വരാം. ആ ഓർഗനൈസറുടെ ലേഖനത്തിലേക്ക് ഞാൻ അടുത്ത ഘട്ടത്തിൽ വരാം. ഫാദർ ജോൺസൺ തേക്കടിയിൽ ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ആ കാര്യം തന്നെയാണ് സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാണ്. അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബ്രാഹ്മണരോട് അസൂയ തോന്നുന്നു, എനിക്ക് അടുത്ത ജന്മമെങ്കിലും അതുപോലൊരു സവർണനാകാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതിൽ ഫാദർ ജോൺസൺ തേക്കടിയിൽ ഇപ്പോൾ പറഞ്ഞ അതേ മനോഭാവം അങ്ങനല്ല പറഞ്ഞേ. അല്ല അതൊന്ന് തിരുത്തണല്ലേ? അല്ല ലാലെ, ഒരു തിരുത്തുണ്ട് അതിനകത്ത്. എനിക്ക് പൂണൂലിടണമെന്നാ പറഞ്ഞത്. അതെ എനിക്ക് പറയണ്ട, എനിക്ക് പൂണൂലിട്ടാൽ മതി എന്നാണ്. അതെ വ്യക്തമാണ്, ആ കാര്യം വ്യക്തമാണ്. അതാണ് എം പ്രകാശൻ മാസ്റ്റർ. ഇതാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട്, ജനങ്ങളോട് തന്നെയാണല്ലോ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ജനങ്ങളോട് സംസാരിക്കുന്നു തന്നെയാണല്ലോ. അപ്പൊ ജനങ്ങളോട് പറഞ്ഞത് ഇതാണ്. ഇപ്പോ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതാ ഓർഗനൈസറിൽ ഒരു ലേഖനം വന്നിരിക്കുന്നു, കത്തോലിക്ക സഭയുടെ ആസ്തി സൂചിപ്പിച്ചുകൊണ്ട്. അതേസമയം ക്രിസ്ത്യാനികളെ ജബൽപൂരിലും തുംകൂറിലുമൊക്കെ വല്ലാതെ ആക്രമിക്കുന്ന കഥകളല്ല, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ജോമോൻ ചക്കാലക്കലിനെ പോലുള്ള BJP വക്താക്കൾ പറയുന്നത്, കണ്ടില്ലേ മുനമ്പത്ത് വഖഫിന്റെ നിയമ ഭേദഗതി കൊണ്ടുവന്നത് കണ്ടില്ലേ, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ വായിച്ചെടുക്കേണ്ടത് എം പ്രകാശൻ മാസ്റ്റർ? കഴിഞ്ഞ 11 വർഷക്കാലമായി സംഘപരിവാറിൻ്റെ ഭരണം വീക്ഷിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാനാവുന്ന ഒരു കാര്യം, എന്താണോ സംഘപരിവാര ശക്തികൾ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതിനുവേണ്ടിയുള്ള ഒട്ടനവധി പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ, അവരെ എങ്ങനെയാണ് രാജ്യത്ത് 2ാം തരക്കാരാക്കി ഒഴിവാക്കാനാവുക, ഇതിനു വേണ്ടിയുള്ള എന്തെന്തു നടപടികളാണ് ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ന്യൂനപക്ഷ ആരാധനാലയങ്ങളെ ആക്രമിക്കുക, ആ ആരാധനാലയങ്ങൾ ഹിന്ദുവിനെന്നാണ് സ്ഥാപിച്ചുകൊണ്ട് അത് എടുത്തു കളയുക, തങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീടുകൾ ബുൾഡോസർ കൊണ്ട് തകർത്ത് കളയുക, അതുപോലെ തന്നെ നിയമപരമായി തന്നെ 2ാം തരം പൗരത്വം മാത്രമേ ന്യൂനപക്ഷങ്ങൾക്കുള്ളൂ എന്ന് സ്ഥാപിക്കാനുള്ള നിയമനിർമ്മാണം നടത്തുക, അതുപോലെ തന്നെ വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ നേരിടുക. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാര ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിചാരധാരയിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ് തങ്ങൾ മുഖ്യ ശത്രുക്കളായിട്ട് കാണുന്നത് എന്ന കാര്യം പ്രായോഗികമായി നടപ്പിലാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന ബില്ലിനെ അതിനെ ന്യായീകരിക്കാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം? അത് മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പറ്റം ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണെന്നുള്ളതിലേക്ക് പരിമിതപ്പെടുത്തി കാണലാണ്. ഒരു മതവിഭാഗത്തിൻ്റെ ആകെ തന്നെ താല്പര്യങ്ങൾ ഹനിക്കുന്ന, രാജ്യത്തിനാകെ ബാധകമായ ഒരു നിയമം കൊണ്ടുവന്നിട്ട്
അത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാത്രം ബാധകമാക്കുന്ന ഒന്നാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയാണ്. അത് ക്രിസ്ത്യാനികളെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് കാണാനാവുന്നൊരു കാര്യം, എത്ര കടുത്ത അസഹിഷ്ണുതയാണ് ഈ സംഘപരിവാര ശക്തികളെ നയിക്കുന്നത് എന്നാണ്. സുരേഷ് ഗോപിയുടെ വർത്തമാനത്തിൽ നമുക്കിത് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കങ്ങളിൽ നമുക്കിത് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ ഈ രാജ്യത്ത് നിന്ന് മുസൽമാന്മാരെ ആട്ടി ഓടിക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമത്തിന് തുടർച്ചയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? പറഞ്ഞിരിക്കുന്ന കാര്യം, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഏറെ സ്വത്തുള്ളത് വഖഫിന്റെ കയ്യിലല്ല, അത് ഏറ്റവും ഏറെ സ്വത്തുള്ളത് കത്തോലിക്ക സഭയുടെ കയ്യിലാണ്. വളരെ കൃത്യമായ നിലക്ക് കണക്കുകൾ തന്നെ പറയുകയാണ് ആ ലേഖനത്തിനകത്ത്. ഇവിടെ 17.29 കോടി അവരുടെ കയ്യിലുള്ള ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, സ്കൂളുകൾ, ഇവയെല്ലാം ഇപ്പോൾ പേരെടുത്ത് പറയേണ്ട കാര്യം എന്താണ് എന്ന് മാത്രമല്ല, എങ്ങനെയാണ് ക്രിസ്തീയ സഭയ്ക്ക് ഈ സ്വത്തെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പറഞ്ഞതുപോലെ, ആർ ദീസ് ചർച്ചസ് ഇൻ കേരള സെറ്റ് ടു കം ഇൻ ദ ലൈൻ ഓഫ് RSS ബാരേജ് നെക്സ്റ്റ് വി വിൽ ഹൗ ടു വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞാൽ, അടുത്ത നീക്കം ക്രിസ്ത്യാനികളുടെ നേരെയാണോ എന്നുള്ളത് രാജ്യത്തിൽ അവർ ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികളാണല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ കയ്യിലാണ് ഏറ്റവും വേറെ സ്വത്തുള്ളത്. അവരുടെ കയ്യിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങളും ഉണ്ട്. അവ ആർജിച്ച് അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്താ? അത് അന്യായങ്ങളിലൂടെയാണ്, കോഴ്ഷൻ, ബലപ്രയോഗത്തിലൂടെയാണ്, അതുപോലെ ചതിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിൽ അന്യായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വഖഫ് ബില്ല് കൊണ്ടുവന്ന ഉടനെ ഓർഗനൈസർ ലേഖനം വന്നു പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താ? അടുത്ത നീക്കം മറ്റെവിടേക്കുമല്ല, ക്രിസ്ത്യാനികളുടെ സ്വത്തിൻ്റെ മേലെയും അവരുടെ മേലെയുമാണ് എന്നാണ്. ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം, ഇവിടെ വലിയ നിലയ്ക്ക് പ്രയാസം നേരിടാൻ വേണ്ടി പോകുന്ന വിഭാഗത്തിലെ തന്നെ ചില ആളുകൾ വഖഫ് ബില്ലിന് അനുകൂലമായിട്ട് നിൽക്കണം എന്ന് പറയുന്ന വിചിത്രമായ കാഴ്ചയും നമ്മളിവിടെ കണ്ടു. അപ്പോൾ എത്ര അന്യായമായ നിലക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് എന്നും, ഈ രാജ്യം ഇത്രയും കാലം കാത്തുസൂക്ഷിച്ചു പോന്നിട്ടുള്ള രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ, മതനിരപേക്ഷത, അതുപോലെ തന്നെ ഈ രാജ്യം എല്ലാ മതക്കാർക്കും താമസിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു രാജ്യമാണെന്നുള്ള ചിന്ത, അതെല്ലാം ഇല്ലാതാക്കാനുള്ള എത്ര സംഘടിതമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, തങ്ങളോട് എതിരിടുന്ന, തങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളോട് അവർ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താണെന്നുള്ളത് അവർ ഈ കഴിഞ്ഞ 11 കൊല്ലക്കാലം ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഇ ഡി ഇതുവരെ 193 പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേസെടുത്തു. അതിൽ 2 കേസ് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. പ്രതിപക്ഷങ്ങളെ വേട്ടയാടാനുള്ള സ്ഥാപനങ്ങളായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ മാറ്റുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുകയാണ്, ED ഉപയോഗിക്കുകയാണ്, അതുപോലെ മറ്റ് നിയമ സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ പുലർത്താൻ, ഗവൺമെന്റുകളെ സ്ഥിരീകരിക്കാൻ, MLA-മാരെ വിലക്ക് വാങ്ങാൻ, MP-മാരെ വിലക്ക് വാങ്ങാൻ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിൽ വൃത്തികെട്ട നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് സംഘപരിവാര ശക്തികൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അതിനെ ന്യായീകരിക്കാനുള്ള ചങ്കുറപ്പ് അത് ഈ പറയുന്ന വർഗീയ വികാരത്തിൽ നിന്നുണ്ടാവുന്ന ഒന്നാണ്. സാമാന്യഗതിയിലുള്ള ബോധം വെച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ ആർക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയും? ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുമില്ലെങ്കിൽ എന്തുകൊണ്ട് അത് വെബ്സൈറ്റിൽ നിന്ന് പിൻവലിക്കാൻ ഓർഗനൈസർ മുന്നോട്ടേക്ക് വന്നു? അപ്പോൾ അവർ കൃത്യമായിട്ട് അറിയാം ഇത് വലിയ പ്രൊവോക്കേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്, തങ്ങളുടെ നീക്കം വെളിപ്പെടുന്ന ഒന്നാണ്. ഇവിടെ ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും എല്ലാം ഒന്നിച്ച് ആഞ്ഞടിക്കാൻ നിൽക്കുന്നത് ഗുണമായിരിക്കില്ല. കാരണം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ സുരേഷ് ഗോപിയും BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാ ക്രിസ്ത്യാനികളെ എങ്ങനെ പാർട്ടിലാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഇതിപ്പോഴും മാത്രമല്ല, ഇപ്പം നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല, ഇന്ത്യ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ, അവരുടെ ആരാധനകൾക്കെതിരായിട്ട്, അതുപോലെ ക്രിസ്മസിന്റെ അവസരത്തിൽ അവർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടി പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് അവർ ക്രിസ്തീയ പുരോഹിതന്മാരെ ആക്രമിച്ചുകൊണ്ട്, ഇപ്പോൾ ജബൽപൂരിൽ ഉണ്ടായിരിക്കുന്ന സംഭവം, മതപരിവർത്തനം നടത്താൻ ആളുകൾ മുന്നോട്ടേക്ക് വരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിസ്തീയ പുരോഹിതന്മാർ വരുമ്പോൾ അവരെ ആക്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ബലപ്രയോഗത്തിന് നീതി അത് നടപ്പാക്കിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനും ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അടക്കമുള്ള ആളുകൾക്ക് ജീവിക്കാൻ യാതൊരു അർഹതയുമില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള നടപടികളാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കീഴിൽ സംഘപരിവാര ശക്തികൾ അവരുടെ എല്ലാ പിൻബലത്തോടെയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് രാജ്യത്തിനകത്തായി നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, ഇവിടെ ഗ്യാങ്ങുകൾ, മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഗ്യാങ്ങുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെ ന്യൂനപക്ഷ വേട്ട നടത്തുകയാണ്, അവരുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കുകയാണ്, അവർക്കെതിരായിട്ട് കയ്യേറ്റങ്ങൾ സംഘടിപ്പിക്കുകയാണ്, അവരെ ഒഴിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇക്കാലം അത്രയും കാത്തുസൂക്ഷിച്ചു പോന്നിട്ടുള്ള മതനിരപക്ഷ മൂല്യങ്ങൾ, എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യപാഠ്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം അത് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളാകെ ഒറ്റക്കെട്ടായി നിന്ന് നടത്തേണ്ടതുണ്ട്
എന്നുള്ള ഗൗരവമായ അവസ്ഥയാണ് ഗൗരവമായ അവസ്ഥയാണ് തിരിച്ചറിയേണ്ടത് എന്നാണ് പ്രകാശ് മാഷ് ഇപ്പൊ പറയുന്നത്. ഞാൻ വരാം പ്രകാശ് മാഷ്, ആ കാര്യങ്ങളിൽ കുറച്ചുകൂടെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ കൂടി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രകാശ് മാഷ് പറഞ്ഞതുപോലെ ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ ഒരു തരത്തിൽ ഇതിനൊക്കെ എതിരായി ചോദ്യങ്ങൾ ചെയ്യുന്നവരെ എന്താണ് ഈ സംഘപരിവാർ ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങളുടെ MD തന്നെ ഇപ്പോൾ ജോൺ ബ്രിട്ടാസിനെതിരെ നമ്മുടെ MP ആണ്, അദ്ദേഹം രാജ്യസഭ MP ആണ്, അദ്ദേഹം വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് BJPയുടെ ഒരു പ്രവർത്തകൻ, സജീവ പ്രവർത്തകൻ വെടിവെച്ച് കൊല്ലണമെന്ന് ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. അയാൾ ഇപ്പോഴും BJPയിൽ നിന്ന് ഒരു ആക്ഷനും വാങ്ങാതെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ നടപടിയൊക്കെ എടുക്കുമെന്നൊക്കെ ജോമോൻ പറയുന്നുണ്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന. പക്ഷേ ഒരു പ്രതികാര മനോഭാവമാണ്, അതാണ് എമ്പുരാൻ സിനിമ എടുത്ത ഗോകുലം ഗോപാലിന് അനുഭവിക്കേണ്ടി വരുന്നത്. അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ പേപ്പർ വാങ്ങി പോക്കറ്റിട്ട് നിൽക്കുന്നത്, ഇതൊക്കെ ആ ഭാഗത്ത് പ്രതികാരം നിൽക്കുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചർച്ചയ്ക്ക് കാരണം എന്താണ്? വഖഫ് നിയമത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ പാട്ടിലാക്കി അവരുടെ വോട്ട് വാങ്ങാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഓർഗനൈസറിൽ ഒരല്പം നേരത്തെയായി പോയി എന്ന് തോന്നുന്നു, അവരുടെ ഒരു ലേഖനം വന്ന് ചാടുന്നു. അതിൽ ഈ എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയെന്ന് തെളിയിക്കുന്നതാണ്. ഈ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട സഭകളുടെയൊക്കെ പൂർണ്ണമായ കണക്ക്. ഇനി അവർക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ മതി എവിടെയൊക്കെ ഭൂമിയുണ്ട് എന്നുള്ളത്. അതൊക്കെ കൃത്യമായി അതിനകത്ത് ആ ലേഖനത്തിൽ കാണിക്കുന്ന സാഹചര്യം. എന്താണ് രാജ്യത്ത് നടക്കുന്നത് ഡോക്ടർ ഫസൽ ഗഫൂർ? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കേരളത്തിലെ KCBC, കേരള കത്തോലിക്ക സഭയുടെ അവർക്ക് ഇപ്പോഴും നേരം വിളിച്ചിട്ടില്ല. അതോ കണ്ണടിച്ച് കിടക്കുന്നത്. മറ്റു ക്രൈസ്തവ സഭ അങ്ങനെയല്ല. അപ്പൊ നമുക്കറിയാം ജേക്കബൈറ്റ് ചർച്ച്, CSI ചർച്ച്, ഓർത്തഡോക്സ് ചർച്ച്, ഇവരുടെ സമീപനം എന്താ പറയുക, മൊത്തം ക്രിസ്ത്യാനികളെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയുന്നു എന്ന് തിരുത്താൻ മതിക്കണം. രണ്ടാമത്തുള്ള ഒരു കാര്യം, ആ ഓർഗനൈസറിലെ വേതനം എടുത്താലും ഇല്ലെങ്കിലും കാര്യമില്ല. എന്താന്ന് വെച്ചാൽ നിങ്ങളത് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് മദ്രാസ് ഹൈക്കോർട്ടിലും മധുരൈ ഹൈക്കോർട്ടിലും 2 കേസുകൾ വന്നു. ആ കേസുകളിൽ ഇത് പറയുന്നുണ്ട്, അതായത് മുസ്ലിമുകൾക്ക് വഖഫ് ബോർഡുള്ള മാതിരി, ഹിന്ദുക്കൾക്ക് മറ്റേ മാതിരി, ദേവസ്ഥലങ്ങൾക്കുള്ള മാതിരി, ദേശ ബോർഡുള്ള മാതിരി, ഈ ക്രൈസ്തവർക്ക് അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് നോട്ടീസ് സർവ് ചെയ്തിരിക്കുകയാണ്. അവർ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ഒന്ന് ഇതൊക്കെ ആര് കുത്തിപ്പൊക്കണാണ് എനിക്കല്ല, മറ്റൊരു മതത്തിൽപ്പെട്ടൊരു കുത്തിപ്പൊക്കണമല്ലോ. രണ്ടാമതൊരു കേസ് വന്നിരിക്കുന്നു. ആ കേസ് എന്താണ്? അത് ഇതിലും ഭീകരമാണ്. അതായത് കന്യാസ്ത്രീമാരും കൊച്ചച്ഛന്മാരും മനസ്സിലാ, അവർ ഡോക്ടറോ എഞ്ചിനീയറായിട്ടൊക്കെ വരുന്ന ശമ്പളം അവർ ഇതുവരെ അതൊരു ധാനമായിട്ട് കാണിച്ചിരുന്നു, ഇൻകം ടാക്സ് കൊടുത്തിരുന്നില്ല. അപ്പൊ അത് ശരിയാവില്ല. അവർ ഇൻകം ടാക്സ് കൊടുത്തതിന് ശേഷം മാത്രം അത് സക്കാത്തായി കണക്കാക്കിയാൽ മതി എന്നുള്ള വെച്ചുകൊണ്ട് 10 കൊല്ലം പിന്നോട്ടുള്ള ഇത് മറ്റേ ടാക്സ് അടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരും ഇവിടെ വിചാരിക്കുന്ന ഇവിടെ കേരളത്തിലൊരു കളി കളിച്ചിട്ട് അവിടെ കേരളത്തിനപ്പുറത്ത് വേറൊരു കളി കളിക്കാമെന്ന്. അങ്ങനെ കളിക്കുകയാണെങ്കിൽ അവരവരുടെ സമുദായത്തിൽ തന്നെ ഒറ്റപ്പെട്ടു പോകും. എനിക്കത്ര പറയാനുള്ളൂ. കാരണം ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ളതൊക്കെ ഞാൻ അർത്ഥത്തിന് അതീതമായിട്ട് പറയണം. അപ്പൊ കേരളത്തിൽ എന്തെങ്കിലും സ്ഥാപിതമായ താല്പര്യങ്ങൾ, സ്വത്വത്തിനെ പറ്റിയിട്ടുള്ള തർക്കങ്ങൾ നടക്കുന്ന കാര്യപ്പെട്ട സ്ഥലമാണ് കേരളം. അതിന് ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആരെങ്കിലും കാലുപിടിക്കുകയും, നേരത്തെ ഞാൻ കേട്ട് മറ്റേ ദളിത് ക്രിസ്ത്യാനിയെ അവഹേളിച്ചുകൊണ്ടുള്ളത്. വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരാൾ കേരളത്തിൽ ഇന്ത്യയിൽ അയാൾ സിക്കായാൽ, ദളിത് സിക്കായാൽ അയാൾക്ക് സംവരണം കിട്ടും. ദളിത് ആയിട്ടുള്ള വ്യക്തി മറ്റുള്ള ബുദ്ധമതത്തിൽ വന്നാൽ അയാൾക്ക് സംവരണം കിട്ടും. പക്ഷെ ദളിതായിട്ടുള്ള ആൾ ക്രിസ്ത്യാനി ആയാൽ അയാൾക്ക് സംവരണം കിട്ടില്ല. അതാണ് ഈ വഖഫ് ബില്ലിൽ നിങ്ങൾ കണ്ടാണ് 5 കൊല്ലം നമ്മൾ മുസ്ലിം ആക്കുന്നു, അല്ലെങ്കിൽ 5 കൊല്ലം. അതെന്തിനാ വെച്ചാലും മതപരിവർത്തനം നടത്തി വരുന്ന ആൾക്കാർക്ക് അതിന് ആ ഒരു ബെനിഫിറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സ്ഥിതി നടക്കുമ്പോ മുനമ്പത്ത് ആരെങ്കിലും കയറിയിട്ട്, മനസ്സിലായില്ലേ, ആരെങ്കിലും അവിടെ പോയിട്ട് എല്ലാം വിജയിച്ചു എന്ന് പറയുമ്പോ അതിന്റെ കേസുകളും ഞാൻ പഠിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെ കിരൺ റിജു പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുൻകാല പ്രാബല്യമില്ല. ഇവിടെ വലിയ തർക്കം നടക്കുന്നുണ്ട്, വക്കീൽമാര് വന്നത് മനസ്സിലായി, അത് ഇതോടുകൂടി പ്രശ്നം പരിഹരിക്കപ്പെടും, പരിഹരിക്കപ്പെട്ട അതിന് ഞാൻ എതിരിട്ടുള്ളതല്ല. പക്ഷെ ആ തർക്കം മൂലം നിൽക്കണം എത്ര കൊല്ലം പുറത്തേക്ക് നമ്മൾ കാര്യങ്ങളിലൂടെ പോകുന്നുള്ളത്. അപ്പൊ അതിന്റെ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമ്മള് ഈ അക്രമത്തിന്റെ ഒരു കഥ പറഞ്ഞല്ലോ, അത് വടക്കേ ഇന്ത്യയിലൊക്കെ സ്ഥിരം നടക്കുന്ന ഒരു കാര്യമാണ്. വടക്കേ ഇന്ത്യയിൽ സ്ഥിരം നടക്കുന്ന കാര്യം, അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ മണിപ്പൂർ.
മണിപ്പൂരിൽ നടന്നിട്ടുള്ള സംഭവം അത് കുക്കു മറ്റേ മൈക്കും കൂടെ തമ്മിൽ രണ്ട് ട്രൈബൽസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ട് വിഭാഗങ്ങളാണ് ഏറ്റുമുട്ടുള്ളത്, അങ്ങനെയല്ല ഇത്. അതിലൊരു വിഭാഗം ക്രൈസ്തവ മതം സ്വീകരിച്ചിട്ടുള്ളവരാണ്. അവിടെ ഏകദേശം 40% പേര്, റഫായിട്ട് ഞാൻ പറഞ്ഞു, 40% പേര് ക്രൈസ്തവരാണ്. അപ്പോ ഇവിടെ ഈ കളി കളിച്ചിട്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോ ക്രൈസ്തവ വോട്ടങ്ങളെ ദൈവികളയാ എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സഭകൾക്ക് ഉയർക്കുറവുണ്ടായിരിക്കും, കത്തോലിക്ക സഭക്ക് ഉയർക്കുറവുണ്ടായിരിക്കും. പക്ഷെ കേരളത്തിലെ സാധാരണക്കാരനായ ക്രിസ്ത്യാനികൾക്ക് അവർക്കിതൊക്കെ അവർ വായിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്താണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഞാനത് വീണ്ടും കൈരളിയിൽ പറയുന്നത്, ഒരു മതസംഘടന വിചാരിച്ചാലും, ഞങ്ങളൊക്കെ ചെറുപ്പക്കാരായിട്ട് ഡീൽ ചെയ്യുന്നു, പക്ഷെ ഒരു മതസംഘടന വിചാരിച്ചാലും കേരളത്തിൽ ഒരു വോട്ടിലും മാറ്റം വരാൻ പോകില്ല. ഇവിടുത്തെ 18 വയസ്സിലാണ് കോളേജിലൊക്കെ ജോയിൻ ചെയ്യുന്നത്. അവർക്കൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല വിവരമുണ്ട്. അതുകൊണ്ട് അത് വിചാരിച്ചുകൊണ്ട് ഇവിടെ ഒരു മതപരമായിട്ടുള്ള സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം എന്നുള്ള, അല്ലെങ്കിൽ നമുക്കൊരു വോട്ട് ബാങ്കായി മാറാം, നമുക്കൊരു പാർട്ടി ഉണ്ടാക്കാം. ഉണ്ടാക്കിയ പാർട്ടികളുടെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ, എത്ര കഷ്ടമായിട്ടാണ് ആ പാർട്ടി വളർത്തുന്നത്. ഇന്നിപ്പോ പുതിയ കത്തോലിക്ക കോൺഗ്രസ് ഒരു പാർട്ടി ഉണ്ടാക്കിക്കോട്ടെ. മുമ്പ് നമ്മളെ VT ചാക്കോന്റെ ശവകുടീരത്തിൽ പോയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയല്ലോ. ആ പാർട്ടിയുടെ സ്ഥിതി എന്താ? എത്ര കഷ്ടമായിട്ടാണ് ആ പാർട്ടി കിടക്കുന്നത്. വളരുമ്പോൾ പിളരുകയും പിളരുമ്പോൾ വളരുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയല്ല, പിളരുമ്പോൾ പിളർന്നുകൊണ്ട് അമീന്ത്യയുടെ തന്നെ പിളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അവരെ കൊച്ചാക്കുന്നതല്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പ്രബുദ്ധരാണ് ജനങ്ങൾ, പ്രബുദ്ധരാണ് കേരളത്തിലെ ക്രൈസ്തവ സമുദായം. അപ്പൊ അവർ ഇതൊക്കെ കാണുന്നുണ്ട്, ഇതിന് പ്രതികരിക്കും എന്നാണ് എനിക്ക് പറയുന്നത്. ശരി, ജോമോൻ ചക്കാലക്കൽ, ആ കാര്യമാണ്, ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. അതാ നോക്കൂ, ക്രിസ്ത്യാനികളെ ജബൽപൂരിലും തുംകൂറിലും ഒക്കെ ആക്രമിക്കുന്നതിന്റെ കഥകൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരുടെ തലയിലൊന്നും വെച്ച് കെട്ടിപ്പോവാൻ സാധിക്കില്ല. അവിടെ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോൺഗ്രസ്സുകാരുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് അവരെ ജയിലിനകത്താക്കാനുള്ള എളുപ്പ വഴിയുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ അവരോട് ക്ഷമിക്കുന്നത് എന്നൊരു ചോദ്യം നേരത്തെ ഫാദർ ജോൺസൺ തേക്കടയിൽ തന്നെ ചോദിച്ചത് നമ്മൾ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതേസമയം കേരളത്തിൽ നിങ്ങളുടെ വലിയ ശ്രമമായി ഈ ക്രൈസ്തവരും കൂടി സഹായിച്ചുകൊണ്ട്, കുറച്ചുപേരെങ്കിലും സഹായിച്ച് നിങ്ങൾക്കൊരു MP ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അയാൾ മന്ത്രിയായി. ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, ഈ ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ, അവരാക്രമിക്കപ്പെടുന്നതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് പോയി ജോൺ ബ്രിട്ടാസിനെ വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ ആളുകളാണ്. വെടിവെച്ച് കൊല്ലാൻ നിങ്ങളുടെ അണികൾക്കും ഒരു ആവേശം കിട്ടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനും അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഒരു സാഹചര്യം. എന്നിട്ട് നിങ്ങൾ ഈ വഖഫ് നിയമ ഭേദഗതി വെച്ച് ക്രൈസ്തവർ കേരളത്തിൽ നിങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നിട്ട് അവരുടെയൊക്കെ ഈ ക്രൈസ്തവ സഭകളുടെയൊക്കെ വേര് തോണ്ടി കണക്കെടുത്ത് അത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ആ പ്രസിദ്ധീകരിച്ച് മാറ്റിവെച്ചോളൂ, നിങ്ങൾ പിൻവലിച്ചു എന്ന് പറഞ്ഞോളൂ. പക്ഷെ കണക്കെടുത്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ. എന്തിനു വേണ്ടിയാണ് സാർ ഈ കണക്കെടുപ്പ്? ലാലെ, ഞങ്ങള് ജബൽപൂരിലെ ആക്രമണത്തെ ഞങ്ങൾ ആരും എന്താ പറയാ അനുകൂലിച്ചിട്ടില്ല. ഞങ്ങൾ അതിനെ പൂർണ്ണമായി അപലപിക്കുന്നു. നോക്കൂ, ഈ ഇന്ത്യയിൽ 146 പരം കോടികളാണ്, 146 കോടിയിൽ പരം ആളുകളും നമുക്കുണ്ട്. ഒരു 136 കോടി ആളുകളെ മാറ്റി നിർത്തിയാലും ബാക്കി ഒരു 10 കോടി ആളുകൾ എടുത്തു നോക്കിയാൽ ഇതിൽ അതിതീവ്ര ഹിന്ദുത്വവും അതിതീവ്ര ക്രിസ്ത്യാനിറ്റിയും അതിതീവ്ര ഇസ്ലാമിത്വവും ഉള്ള ആളുകളുണ്ട്. ഇവരാണ് വാസ്തവത്തിൽ തീവ്രവാദികൾ. ഇതെല്ലാത്തിലും ഉണ്ട്. നോക്കൂ, ഇങ്ങനെ ഇപ്പൊ ഇവിടെ എടുത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള പല സംഘടനകളും, തവള സേന, അല്ലെങ്കിൽ ഹനുമാൻ സേന, അല്ലെങ്കിൽ മീൻ സേന, അല്ലെങ്കിൽ കൊരങ്ങൻ സേന, ഇങ്ങനെ പല സേനകളും ഉണ്ട്. ഇതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല. ജോമോൻ, ഇത് ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകും. ആടിനെ പട്ടികത്തിലെ സംഘപരിവാർ എന്ന് പറയുന്നതിൽ ഏതൊക്കെ സംഘടനകളുണ്ട് പറയൂ. നിങ്ങൾക്ക് അതിനകത്ത് പരിവാരങ്ങളെ മുഴുവൻ അറിയാമോ? ഞാൻ പറയാം. നിങ്ങൾ രാജ്യം ഭരിക്കുന്നത് ആരാണ്? ഇവരെ നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് അറിയില്ലേ? തീവ്രവാദികളെ നിലക്ക് നിർത്താൻ നിങ്ങൾക്ക് അറിയില്ലേ? ലാലെ, പറയാൻ അവസരം തരൂ. നോക്കൂ, ഈ കാവിക്കൊടി പിടിക്കുന്നവരെല്ലാവരും അങ്ങനെയാണെങ്കിൽ BJP-ക്കാരോ BJP അനുഭാവികളോ സംഘപരിവാറിലോ ഉള്ളവരല്ല. ഇപ്പൊ നോക്കട്ടെ, മധ്യപ്രദേശിലേക്ക് പോകൂ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ മുംബൈയിലേക്ക് പോകൂ. അവിടെ ഇപ്പോ നമുക്കറിയാം, അവിടെ ഈ നമ്മുടെ ശിവസേനയുണ്ട്. ശിവസേന ഒരു വിഭാഗം ആരുടെ കൂടെയാ? ശിവസേന ഒരു വിഭാഗം INDA മുന്നണിയുടെ കൂടെയാ. അവരും കാവിക്കൊടിയെ പിടിക്കും. രാഷ്ട്രപിതാവ് കൊല ചെയ്യപ്പെട്ടിട്ട് നിങ്ങൾ ഇന്നും പറയുന്നത് അത് ആരോ കൊന്നതാണല്ലോ. ഇത് തന്നെയുള്ള അവസ്ഥ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടിട്ട് നിങ്ങൾ പറയുന്നത് അത് ആരോ കൊന്നു. നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, സംഘപരിവാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതുപോലുള്ള ആളുകൾ ഇന്നും വളരുന്നു ഇവിടെ. ലാലെ, പറയാൻ അവസരം തരാം. ആരെയോ കൊന്നു വന്ന് ഓട്ടോ ഇടിച്ച് മരിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള സന്ദീപ് വാര്യരാണ്.
അദ്ദേഹത്തിന്റെ ഓൺ വാക്കുകളാണ്. അദ്ദേഹത്തോട് അങ്ങനെ പറയണമെന്ന് പറഞ്ഞ് പാർട്ടി വിട്ടതൊന്നുമല്ല. അദ്ദേഹം ഇന്ന് നിങ്ങളുടെ കൂടെയാണ്, INDA മുന്നണിയുടെ ഭാഗമാണ്, കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവായിട്ട് അവിടെ നിൽക്കുകയാണ്. അല്ലാണ്ട് BJP-യിലകത്ത് ആരും പറഞ്ഞിട്ടില്ല ആരും കൊന്നുവെന്നോ ഓട്ടോ ഇടിച്ചും അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ കൂടെയുള്ള. അതെ, അതിന്റെ അടുത്ത നാഥുറാം ഗോഡ്സെയുടെ അടുത്ത തലമുറയിൽപ്പെട്ടവരാണ് ഇവിടെ ജോൺ ബ്രിട്ടാസിനെ വെടിവെച്ച് കൊല്ലണമെന്ന് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അവരാണ് ജബൽപൂരിൽ പോയി വൈദികരെ ആക്രമിക്കുന്നത്, പള്ളികൾ ആക്രമിച്ച് തകർക്കുന്നത്. ഇത്തരം തീവ്രവാദികളെ എല്ലാവരെയും അടിച്ചൊതുക്കാൻ തന്നെയാണ് തീരുമാനം. ആര് തീരുമാനിച്ചു? എവിടെ അടിച്ചൊതുക്കി? കൃത്യമായി കേന്ദ്രമന്ത്രിമാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾ ചോദിച്ചു സാർ, കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾ ചോദിച്ചു. കേന്ദ്രമന്ത്രി പറഞ്ഞെന്താണെന്നറിയോ? വീട്ടിൽ പോയി ചോദിക്കാൻ. ഈ കേന്ദ്രമന്ത്രി വാങ്ങിച്ച വോട്ട് ആരുടെയാണെന്നൊന്നും അങ്ങേർക്ക് ഇപ്പൊ ഓർമ്മയില്ല. അങ്ങനെ ഇപ്പോഴും കമ്മീഷണർ സിനിമയിലാണ്. ലാലാണ് കമ്മീഷൻ സിനിമ പോലെ സംസാരിക്കുന്നത്. ഞാനല്ല സംസാരിക്കുന്നത്. വേണമെങ്കിൽ വിഷ്വൽ കാണിച്ചു തരാം. ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. അദ്ദേഹം എന്താ പറഞ്ഞേ? നിയമപരമായി നടപടി എടുക്കും. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന്റെ രീതി ഇഷ്ടപ്പെടാതിരുന്നപ്പോ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതി ചോദിക്കാം. അദ്ദേഹം ഇന്ന് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഞാൻ പോകുന്ന വഴിയിൽ എവിടത്തും മാധ്യമപ്രവർത്തകരെ കാണരുതെന്ന്. അങ്ങേർക്ക് അങ്ങനെ കാണേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ഡൽഹിയിൽ ഇരുന്നാൽ മതി. അങ്ങനെ നിങ്ങൾ കേരളത്തിലോട്ട് കെട്ടി എഴുന്നള്ളിക്കരുത്. അതിനൊക്കെ കാരണമുണ്ട്. ഒരു മകളുടെ പ്രായമുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ ശരീരത്തിലൊന്ന് അബദ്ധത്തിലൊന്ന് തൊട്ടപ്പോ ഒരു അബദ്ധത്തിൽ തൊഴിലാണ്. ഈ നാട്ടിൽ കുറെ പേര് അബദ്ധത്തിൽ ഇങ്ങനെ തൊടുന്നുണ്ട്. അവരൊക്കെ അഴിക്കുള്ളിലാണ് സാർ, അഴിക്കുള്ളിലാണ്. അല്ല, സുരേഷ് ഗോപി ലൈംഗിക ചുവയോടുകൂടി അവരുടെ ശരീരത്തിൽ തൊട്ടാണെന്നാണോ നിങ്ങൾ പറഞ്ഞത്? എനിക്കറിയില്ല. അത് അന്വേഷിക്കും. നിയമമുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അല്ല, നിങ്ങളെപ്പോലെ വൈദികരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തും നടക്കും. അത് എന്താണ് സുരേഷ് ഗോപി പറഞ്ഞതുപോലെ അങ്ങോട്ട് ആക്രമിച്ചാൽ ഇങ്ങോട്ടും ഉണ്ടാകും എന്നൊക്കെ ഉള്ള പറഞ്ഞു വെക്കലുകളല്ല. കുറ്റം ചെയ്താൽ കേസെടുക്കും. ലാലെ തർക്കിച്ച സമയം കളഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്ക് വരാൻ കഴിയില്ല. 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ അച്ഛൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ ചോദിച്ചത് എന്തായാലും മറുപടി ഇല്ല. കേന്ദ്രമന്ത്രിയെ കുറിച്ച് താങ്കൾക്ക് മറുപടി ഇല്ല. എന്തായാലും പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞല്ലോ ലാലെ, കൃത്യമായി നിയമ നടപടി എടുക്കും. ഓരോ ചാനലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല സാർ. അദ്ദേഹത്തിന് മാധ്യമങ്ങളെ കാണാനേ വയ്യ. ഞാൻ പോകുന്ന വഴിയിൽ ഇരിക്കരുത് എന്നാണ് പറഞ്ഞത്. മാധ്യമങ്ങളൊന്നും കാണരുതെന്നാണ് പറഞ്ഞത്. ഇന്നലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താണ്? കൃത്യമായി നിയമ നടപടി ഉണ്ടാകും, അവരെ അറസ്റ്റ് ചെയ്തിരിക്കും, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും അതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയും പുറത്തുകൊണ്ട്. ഇന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നലെ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, എന്തെങ്കിലും ഖേദമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അതാണ് പറഞ്ഞത്. പുറത്താക്കാൻ പറഞ്ഞിരിക്കുക, ഗവൺമെന്റിനെ പറഞ്ഞു വിട്ടു. ആരാണ് സാർ ഇദ്ദേഹം? ജനങ്ങളാണ് രാജാവെന്ന് അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആളുകളുണ്ട് പണ്ട്. അത് ഇന്ന് ഏറ്റു പാടിക്കൊണ്ട് നടന്നാൽ പോരാ. ഞാൻ പറയുന്നത് കേൾക്കൂ. അദ്ദേഹം സഹമന്ത്രിയാണല്ലോ. അവിടെ ക്യാബിനറ്റ് മന്ത്രിമാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടതേ. നിങ്ങൾ അദ്ദേഹത്തെ മാത്രം അദ്ദേഹം സഹമന്ത്രിയായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്നാണോ നിങ്ങളും കാണുന്നത്? കൃത്യമായ നടപടി ഉണ്ടാകും. പറയുന്നത് കേൾക്കൂ. നിങ്ങൾ വെറുതെ ഇല്ലാത്ത വ്യാഖ്യാനത്തിലേക്ക് ഒന്ന് പോകണ്ട. അപ്പൊ എന്റെ ചോദ്യം, ശരി, ഞാനത് വിട്ടു. ഞാൻ താങ്കളെ കൊണ്ടത് നടക്കില്ല. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ പറയുന്ന കണക്കുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് എടുത്തത്? എന്തിനാണ് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, ഞാൻ നോക്കൂ, ആ ലേഖനത്തിൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക്, ഓർഗനൈസർ എന്ന് പറയുന്ന സംഘടന, നിങ്ങൾക്ക് കേൾക്കൂ, അത് ഇന്റലക്ച്വൽ ആയിട്ട് ചില ആളുകളാണ് അതിലുള്ള എഴുതുന്നത്. അതിലെഴുതി ഏതെങ്കിലും വ്യക്തിക്ക് പറ്റിയ ഒരു അബദ്ധമാകാനേ അത് സാധ്യതയുള്ളൂ. അത് എഴുതിയതിൽ കൃത്യമായ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ പിൻവലിച്ച്. സാധ്യതയോ? ഈ ഓർഗനൈസർ പോലെ ഈ ദിവസവും 2 ലേഖനം വീതം മലയാളത്തിലെ എമ്പുരാൻ സിനിമയെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു മാസികയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അതൊന്നും പിൻവലിച്ചില്ലല്ലോ. അപ്പൊ കൃത്യമായി പിൻവലിച്ചതിന്റെ പുറകിൽ കാരണം പറയൂ സാർ, കാരണം പറയണം. പിൻവലിച്ചത് എന്തിനാണെന്ന് പറയണ്ടേ? നോക്കൂ, ഓർഗനൈസറുടെ സംഘടന ആളുകളെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ അദ്ദേഹം പറയുമായിരിക്കും. ശരി, അവർക്ക് വേണ്ടി വാദിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അതിൽ പറയുന്ന കണക്കുകൾ അനുസരിച്ച് ഇവിടെ ക്രൈസ്തവ സഭയ്ക്ക് എത്ര സ്കൂളുകളുണ്ട്, എത്ര കോളേജുകളുണ്ട്, അവർക്ക് എത്ര മഠങ്ങളുണ്ട്, അവരുടെ നേഴ്സറികൾ എന്തൊക്കെയാണ്, അവരുടെ ആസ്തികൾ എത്രയാണ്, അതിനൊക്കെയുള്ള മൂല്യങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അതിൽ കണക്കിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ അതുകൊണ്ട് പിൻവലിച്ചു എന്നാണ് താങ്കൾ ഇപ്പൊ പറയുന്നത്. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിലും ആതുര സേവനത്തിലും ക്രൈസ്തവ വിഭാഗങ്ങളും ക്രൈസ്തവ സഭയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും വഹിച്ച പങ്കിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അമിത്ഷാ ഉൾപ്പെടെയുള്ള മോദി ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏത് ലേഖനങ്ങൾ വന്നാലും അതിനെ BJP അനുകൂലിക്കുകയില്ല എന്ന്
ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശരി. ഞങ്ങൾ അത് പൂർണ്ണമായി പറയുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വരാം, ഇവിടെ അച്ഛൻ്റെതായ കുറച്ച് രാഷ്ട്രീയ അതിലേക്ക് വരാം സാർ. ഞാൻ ഈ കാര്യം ഒന്ന് അച്ഛനോട് ചോദിക്കട്ടെ. ഒറ്റ കാര്യം, താങ്കൾ ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഞാൻ വരാം. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ താങ്കൾക്ക് മറുപടി പറയാൻ അവസരം തരാം. പക്ഷേ ഫാദർ ജോൺസൺ തേക്കടയിൽ ഇപ്പോ ജോമോൻ ചക്കാലക്കൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടല്ലോ. ഇതിന്റെയൊക്കെ കണക്കുകൾ ഈ പറയുന്ന ഓർഗനൈസർ എന്തിനെടുത്തു വച്ചിരിക്കുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി താങ്കൾ കേട്ടല്ലോ. ഈ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് തൃപ്തികരമായ മറുപടി ഉണ്ടാകുന്നുണ്ടോ? ഒന്നത്. രണ്ട്, ഈ മുസ്ലിങ്ങൾക്ക് ശേഷം ക്രിസ്ത്യാനികളാണ് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മറ്റൊന്ന്, ഈ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം ഫാദർ ജോൺസൺ തേക്കടയിൽ താങ്കളുടെ മുമ്പാകെ ഞാനൊരു ചോദ്യം വെക്കും. ഈ BJPക്ക് ഈ തരത്തിൽ ഒരു സാഹചര്യം, അവരവിടെ എന്തൊക്കെ ചെയ്താലും, ജബൽപൂരിൽ എന്തൊക്കെ ആക്രമിച്ചാലും ശരി, അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നവർക്ക് ഒരു നടപടി എടുക്കാതെ അവർ സംരക്ഷിച്ചാലും ശരി, ഇതവിടെ കേരളത്തിൽ വന്നാൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ഒരു MP ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ സഹായിക്കും എന്നൊക്കെ ഒരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് സാർ. അത് നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂറൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ M പ്രകാശം മാഷ് പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണോ എന്നൊരു ചോദ്യം നിങ്ങളോടും ചോദിക്കാൻ ഇടയാക്കുന്നതാണ്. അതിനകത്ത് ആദ്യമേ ഡോക്ടർ ഫസൽ ഗഫൂർ എല്ലാ ആദരവോടും കൂടെ പറയട്ടെ. അദ്ദേഹം പറഞ്ഞ KCBC ഉറങ്ങുകയാണോ ഉറക്കം നടിക്കുകയാണോ ഒന്നുമല്ല. KCBC വളരെ കൃത്യമായ പഠനത്തിൻ്റെയും നിരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചില പ്രസ്താവനകൾ പരസ്യമായിട്ട് പറയാറുള്ളത്. അത് KCBCയുടെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളുടെ സംരക്ഷണം അവരുടെ ഉത്തരവാദിത്വമാണ്, സഭയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ തക്കവണ്ണം അവർ പ്രതിജ്ഞാബദ്ധമാണ്. അതിന് ഏതറ്റം വരെയും KCBCയും അതുപോലെ CBCയും ഒക്കെ പോകും എന്നതിന് യാതൊരു സംശയമില്ല. അത് അവർ എടുക്കുന്ന നിലപാടുകൾ വളരെ പ്രാർത്ഥനയോടും വളരെ ആലോചനയോടും കൂടിയാണ്. അത് ആർക്കും ദ്രോഹം വരുന്ന വിധത്തിലല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആർക്കും ഒരു ദ്രോഹം വരരുത്, ഭാവിയിലും അത് ആരെയും അഫക്റ്റ് ചെയ്യരുത് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് KCBC ആ വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. ഇപ്പം ജോമോൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറ്റ് ആര് എന്ത് ചെയ്താലും അതെല്ലാം സംഘപരിവാറിൻ്റെ തലയിൽ കൊണ്ടുവിടുന്നു എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ സംഘപരിവാറിൻ്റെ തലയിലേക്കല്ല ഇട്ടത്, സംഘപരിവാർ തന്നെ തലയിൽ ചുമക്കുകയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഇത്രയും കാലം എന്നുള്ളത് ജോമോനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ട് പറയട്ടെ, ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമൊന്നുമല്ല, ഇന്ന് UP-യിൽ ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരപരാധികളായിട്ടുള്ള ക്രിസ്ത്യ വിശ്വാസികളായിട്ടുള്ള 100 കണക്കിന് ആളുകളെ ജയിലിലിട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും ലാലിനെ പോലുള്ള ആളുകളൊന്നും തന്നെ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവര് ഏഴകളാണ്, അവർ വളരെയധികം താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകൾ. അവർക്ക് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ക്രിസ്ത്യ വിശ്വാസം നേരത്തെ സ്വീകരിച്ച ആളുകൾ ചില സഹായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമില്ലാതെ ഇരിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് മുറിവുണ്ടാകുമ്പോൾ അത് കെട്ടിക്കൊടുക്കുന്നു, അവർക്ക് മരുന്ന് കൊടുക്കുന്നു, ഇത്യാദി കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അത് കൺവേർഷൻ എന്നുള്ള മതപരിവർത്തനം എന്നുള്ള ഒരു ലേബലിലേക്ക് കൊണ്ടുവന്നിട്ട് ആ സഹായം ചെയ്ത ആളുകളെ യാതൊരു വിധത്തിലുള്ള വിചാരണയും കൂടാതെ തടവിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാ രേഖകളുമുണ്ട്, ഇന്ന് വരെയുള്ള എല്ലാ രേഖകളുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് പോയിരിക്കുന്ന 2 സഹമന്ത്രിമാര്, ഞാനിന്ന് വേറൊരു പ്രസ്താവനയിൽ അത് പറയുകയുണ്ടായി, അവർക്ക് ഒരല്പമെങ്കിലും കേരളത്തിൽ വന്നിട്ട് ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ ഒക്കെ മുമ്പിൽ ലജ്ജ കൂടാതെ നിൽക്കാൻ തക്കവണ്ണം ആർജവം അവർക്കുണ്ടാകണമെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് അനാവശ്യമായി ഈ കൺവേർഷന്റെ പേരിൽ അതിനകത്ത് ഒരു കാര്യം കൂടെ ഓർക്കണം. ഞാൻ പേരെടുത്ത് പറയുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. നമ്മുടെ ഒരു സഹമന്ത്രി ഒരിക്കൽ എനിക്ക് തോന്നുന്നത് വേറൊരു ചാനലിലാണ്, എന്നോടൊപ്പം തന്നെ ചാനൽ ചർച്ചയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മതപരിവർത്തനം നടത്തുന്ന, ക്രൈസ്തവന്റെ പേരൊക്കെയാണ് അദ്ദേഹത്തിനുള്ളത്, നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നതുകൊണ്ടാണ്. എനിക്ക് ലജ്ജ തോന്നി അത് കേട്ടപ്പോൾ അദ്ദേഹത്തെ കുറിച്ച്. കാരണം എന്താ അറിയാമോ, ഈ പറയുന്ന വ്യക്തികൾ ഇന്ന് ഷർട്ടും മുണ്ടും ഉടുത്ത് നടക്കാൻ കാരണക്കാരെന്ന് പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവരിവിടെ വന്നിട്ട് വിദ്യാഭ്യാസം കൊടുക്കുകയും അവരിവിടെ വന്നിട്ട് ആതുര സേവനം ചെയ്യുകയും അവർക്ക് കോണകം ധരിച്ചുകൊണ്ട് നടന്ന ഇവർക്ക് കോണകം മാറ്റി അവർക്ക് നല്ല പാൻസും ഷർട്ടും ഒക്കെ ഇട്ട് ഇന്ന് പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യാനും മന്ത്രിസ്ഥാനങ്ങളിലൊക്കെ കയറി ഇരിക്കാനും തക്കവണ്ണുള്ള സാധ്യതകൾ ഒരുക്കി കൊടുത്തായിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ പാരമ്പര്യം പേറുന്നതായിട്ടുള്ള ഞങ്ങളെ പോലുള്ള ആളുകളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അവർ പല്ലിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ മതപരിവർത്തനമാണ് നടത്തുന്നത്. സർ, ക്രിസ്തീയത എന്ന് പറയുന്നത് മതമേ അല്ല. ക്രിസ്ത്യൻ തിയോളജി എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്,
അതെ ഞാൻ പറഞ്ഞു വരുന്നേ. അപ്പം ദൈവം മനുഷ്യനെ തേടി വന്ന ആ സ്നേഹത്തെ മനുഷ്യനോട് പറയുമ്പോഴാണ് മനുഷ്യൻ അവന്റെ അവസ്ഥയിൽ നിന്ന് എലിവേറ്റ് ചെയ്യപ്പെടുന്നത്. അവന്റെ താഴ്ന്ന അനുഭവത്തിൽ നിന്ന് അവൻ ഉയർന്നു വരണമെന്നുള്ള ഒറ്റ ആഗ്രഹം. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ അടി കൊണ്ടതായിട്ടുള്ള ഈ അച്ഛന്മാര്, അവർക്ക് ഈ നാട്ടിൽ ഈ പറയുന്ന അവിടെയുള്ള മന്ത്രിയുടെ ഒക്കെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ തന്നെയാണ്. ഒരാൾ തൃശ്ശൂർക്കാരനാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ പോയി അടി കൊള്ളേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ? അവർക്ക് ഇവിടെ വിദ്യാഭ്യാസമുള്ള നല്ല നിലവാരം പുലർത്തി ജീവിച്ചുകൂടെ? സുഭിക്ഷമായിട്ട് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ആർക്കും വേണ്ടാത്ത ജനത്തിന്റെ മധ്യത്തിലേക്ക് പോയി അവരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരെ മനുഷ്യരാക്കണമെന്നുള്ള ചിന്തയോടുകൂടി അധ്വാനിക്കുന്നു. അത് പാടില്ല എന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹം, ജോമോന്റെ ഒക്കെ ആഗ്രഹം. അവർ മനുഷ്യരാകരുത്, അവർ ഇനിയും പുഴുക്കളെ പോലെ തന്നെ ജീവിച്ചോണം, കന്നുകാലികളായിട്ട് അപ്പോഴും ജോമോനൊരു ധൈര്യമുണ്ട്. വഖഫ് ബില്ലിന്റെ പേരിൽ ഇവിടെ കൈയടിച്ച് കൊടുത്ത കുറച്ച് പേരുണ്ട്. അവരുടെ ഇടയിലേക്ക് ഈ കേന്ദ്രമന്ത്രിമാർ അടുത്ത വരുന്ന ദിവസം കരൺ റിജു ഇവിടെ വരുന്നു. ജോമോൻ ചെക്കാലക്കലിനൊക്കെ. അപ്പൊ അത് നമ്മൾ കാണേണ്ടി വരും. ഇപ്പോഴും ഈ BJPക്ക് കേരളത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ കേന്ദ്രമന്ത്രിമാർ പെരുമാറുന്നതെങ്കിലും കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ക്രൈസ്തവരോടുള്ള സമീപനം ഇന്നത്തെ ലേഖനത്തിൽ കണ്ടതാണെങ്കിലും, അത് പിൻവലിച്ചെങ്കിലും ആ ലേഖനത്തിൽ കണ്ടതാണ്. ആ കണക്കുകളൊക്കെ അവർ എടുത്തു വച്ചിരിക്കുകയാണല്ലോ. ഇതൊക്കെ ആണെങ്കിലും ശരി, വഖഫിന്റെ പേരിൽ കേന്ദ്രമന്ത്രി കരൺ റിജുവിനെയൊക്കെ കൊണ്ടു നിർത്തി അവിടെ വീണ്ടും കൈയടിപ്പിക്കാൻ പറ്റും, അത് നേട്ടമുണ്ടാക്കാം എന്നാണ് അവരുടെ പ്രതീക്ഷ. ഇതൊക്കെ നടക്കുമോ ഇവിടെ? അത് കേരളത്തിലുള്ള ജനങ്ങളുടെ ചിന്താശക്തിയെ വെല്ലുവിളിക്കലാണ്. ഇവിടെ ഇപ്പോൾ ജോമോൻ പറഞ്ഞു ഈ മത തീവ്രവാദം സംബന്ധിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഹിന്ദുമത തീവ്രവാദ ശക്തികൾ ആരാണ്? അത് സംശയലേശമന്യേ RSS ആണ്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും ഏറെ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് വർഗീയ കലാപങ്ങളിലാണ്. ഞാൻ ചോദിക്കട്ടെ, വർഗീയ കലാപങ്ങളിൽ ആരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്? വർഗീയ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുകൾ മഹാഭൂരിപക്ഷവും ന്യൂനപക്ഷത്തിൽപ്പെട്ടവരാണ്. അവരെ കൊന്നു തള്ളിയിരിക്കുന്നത് RSSന്റെ കത്തിയാണ്. എന്നിട്ട് അവർ പറയുന്നത് ഞങ്ങൾ മതനിരപേക്ഷവാദികളാണെന്നാണ്. 450-ലേറെ കൊല്ലം പഴക്കമുള്ള ബാബരി പള്ളി പൊളിച്ച ആളുകൾ മതനിരപേക്ഷവാദികൾ. കാശിയിലെയും മധുരയിലെയും പള്ളികൾ പൊളിക്കണമെന്ന് പറയുന്ന ആളുകൾ മതനിരപേക്ഷവാദികൾ. ബുൾഡോസർ കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന്, മതവിഭാഗത്തിന്റെ കെട്ടിടങ്ങളും ആരാധനകളും പൊളിച്ചു കളയുന്ന ആളുകൾ മതനിരപേക്ഷവാദികൾ. അവർ ഒരു കാര്യം ചെയ്യുന്നു, നേരെ എതിരായിട്ടുള്ള കാര്യം പറയുന്നു. അതുകൊണ്ട് അവർ ഈ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ, ചുരുക്കം ചില ക്രിസ്ത്യാനികളുടെ സഭക്കാർക്കും മറ്റാളുകൾക്കും മനസ്സിലാവുന്നില്ല എന്നുള്ള സത്യമുണ്ട്. പക്ഷേ ചിന്തിക്കുന്ന ആളുകൾക്ക് പകൽ വെളിച്ചം പോലെ കാണാൻ വേണ്ടി കഴിയുന്നൊരു കാര്യം, ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ രഥമുരുളുകയാണ്. അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾ ഇന്ത്യ രാജ്യത്ത് അതിനെ എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ശക്തികളെല്ലാം തന്നെ അരിഞ്ഞു തള്ളിക്കൊണ്ട് ഈ കാര്യം നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സകല അടിസ്ഥാന രാഷ്ട്രീയ മൂല്യങ്ങളെയും വെല്ലുവിളിച്ച് സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാവുകളായിട്ട് ഉപയോഗിച്ച് തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു ഹൈന്ദവ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തം മാത്രമാണ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ഈ ഓർഗനൈസറുകളുടെ ലേഖനം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് അവർക്കാകെയുള്ള പള്ളി, അവർക്കാകെയുള്ള സ്കൂളുകൾ, അവർക്കാകെയുള്ള സ്വത്ത്, അതിൻ്റെ മൂല്യം, ഇതെല്ലാം ഇപ്പോൾ പറയേണ്ട കാര്യം എന്താ? മാത്രമല്ല അതിൻ്റെ ലേഖനത്തിൻ്റെ അതിൻ്റെ തലക്കെട്ടെന്താണ്? അതിൻ്റെ തലക്കെട്ട് ഇന്ത്യയിൽ ആർക്കാണ് കൂടുതൽ ഭൂമിയുള്ളത്? കാത്തലിക് ചർച്ച് വഖഫ് ബോർഡ് സംവാദം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇവിടെ മുസ്ലിങ്ങൾക്കുള്ളതിനേക്കാൾ സ്വത്ത് ക്രിസ്ത്യാനികളുടെ കയ്യിലുണ്ട്, ഇനി അങ്ങോട്ടേക്കാണ് നീങ്ങേണ്ടത് എന്ന പ്രഖ്യാപനമല്ലെങ്കിൽ അത് മറ്റെന്താണ്? അപ്പോൾ സംഗതികൾ വളരെ വ്യക്തമാണ്. ജോമോനെ പോലുള്ള ആളുകൾക്ക് ഇതിനെ ന്യായീകരിക്കല്ലാതെ വേറെ മാർഗമുണ്ടാവില്ല. പക്ഷെ ചിന്തിക്കുന്ന മനുഷ്യർക്ക്, അവർ ഏത് മതത്തിൽപ്പെട്ടവരവർക്ക് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇത് ഇന്ത്യയെ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. സകല മേഖലയെയും വർഗീയവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. ഭരണം ഉപയോഗിച്ചുകൊണ്ട് ഈ കാര്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള തികച്ചും തെറ്റായ സംഘപരിവാറിന്റെ നീക്കങ്ങളാണ് ഇന്ത്യ രാജ്യത്താകെ നടക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഓർഗനൈസർ വന്നിരിക്കുന്ന ഈ ലേഖനം. ഈ ചുമരെടുത്ത് കൃത്യമായിട്ട് വായിക്കാൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട എല്ലാ ശക്തികൾക്കും ആവുന്നില്ലെങ്കിൽ ഈ ദുരന്തം അതിഗുരുതരമായ നിലയിലേക്ക് എത്തിച്ചേരുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ തങ്ങൾക്കെതിരെ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്ന പോലെ തങ്ങൾക്കെതിരെ പറയുന്നവരെ വെച്ചേക്കില്ല ഈ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. അത് എത്ര ചെറിയതായാലും സ്വീകരിക്കുന്ന നിലപാടാണ്. അപ്പോൾ
എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കി, എതിരാളികളെ ഇല്ലാതാക്കി തങ്ങൾ പറയുന്ന രൂപത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വർഗീയ ശക്തികളുടെ നീക്കമാണ് ഈ കഴിഞ്ഞ 11 കൊല്ലക്കാലമായിട്ട് ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്നത്. ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇതിനെ ചെറുക്കാൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ബാധ്യതയുണ്ട്. മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകണം എന്ന് ചിന്തിക്കുന്ന, ഇന്ത്യ എല്ലാ മതക്കാർക്കും ജീവിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു രാജ്യമായിട്ട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മതത്തിലുംപ്പെട്ട, എല്ലാ പാർട്ടികളിലുംപ്പെട്ട, എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകൾ ഒറ്റക്കെട്ടായിട്ട് ഈ അന്യായത്തെ ചെറുക്കാൻ വേണ്ടി മുന്നോട്ടേക്ക് വരണം. നിർഭാഗ്യവശാൽ ഇത് അനുഭവിക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് തന്നെ, അതൊരു വിഭാഗത്തിന് ഈ കാര്യം ഇപ്പോഴും മനസ്സിലാക്കാനാവുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. സത്യത്തിന് ചുവരെടുത്ത് വായിക്കാൻ അവർക്ക് കൂടി കഴിയേണ്ടതുണ്ട് എന്നാണ് ആ കാര്യം സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ഡോക്ടർ ഫസൽ ഗഫൂർ, അവസാനത്തെ മിനിറ്റുകളാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംഘപരിവാർ ഇന്നത്തെ രാജ്യത്തെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് അറിയാതെ പോലും പലപ്പോഴും പുറത്തു വരുന്നു. കുറച്ച് തിടുക്കം അവർ കാണിക്കുന്നത് കൊണ്ട് തനിനിറം പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ KCBC ഒക്കെ അവർ പ്രതികരിക്കാൻ വൈകിയിട്ടുണ്ട്. പക്ഷെ അവർ ഇനിയെങ്കിലും കൃത്യമായി കാര്യങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അക്കാര്യങ്ങൾ വീണ്ടും BJPക്ക് ഗുണകരമായി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും എന്നത് തന്നെ ആണ് ഇപ്പോഴത്തെ സ്ഥിതി. പക്ഷേ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടിടത്ത് ചില ആളുകൾ, ചില ഗ്രൂപ്പുകൾ മാത്രമല്ലാതെ പെരുമാറുന്നത് കൊണ്ട് അത് കേരളം അങ്ങ് മാറിപ്പോകും എന്ന് കാണേണ്ടതുണ്ടോ? ആദ്യം തന്നെ മനസ്സിലാക്കുന്നത്, നേരത്തെ വാദം പറഞ്ഞ തന്നെ അവിടെയുള്ളവര് നമ്മൾ മതപരിവർത്തനം നടത്തുന്നത്, അതായത് മണിപ്പൂരിലായാലും മേഘാലയയിലും തെലങ്കാനയിലും ഒക്കെ പിന്നോക്ക സ്ഥലങ്ങളിലും നടത്തുന്നത് ദളിതുകളും ആദിവാസി വിഭാഗങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ എതിർപ്പ് വരാതിരിക്കുമല്ലോ. അവിടെ സംഘപരിവാർ അവർ ഡിഫൻസിൽ പോകും. ഒരു വനവാസി എന്ന് പറയുന്നു, മറ്റൊരു ആദിവാസി എന്ന് പറയുന്നു, ആദിദ്രാവിഡൻ എന്ന് പറയുന്നു. അപ്പൊ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ ഒരു സവർണ ചിന്താഗതി ഉണ്ട്. ഇവിടെ കേരളത്തിൽ നമ്മൾ ആരോട് ചോദിച്ചാലും, അതിപ്പോ ക്രിസ്ത്യാനിയല്ല മുസ്ലിങ്ങളായാലും എല്ലാവരും ആയാലും സവർണ ഒരു മെന്റാലിറ്റി വെച്ചുകൊണ്ട് ആണ് ഇവർ പോയി പറയുന്നത്. അപ്പൊ അത് ഒരു സംഘപരിവാറായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിലൊരു കാര്യം പറയാനുള്ളത്, ഭാരതത്തിലെ ക്രൈസ്തവർ മനസ്സിലാക്കുന്ന അവർ 4-5 സംസ്ഥാനങ്ങളിലെ ഒരു ഭൂരിപക്ഷമാണ്. മേഘാലയ തൊട്ടിട്ട് ഒരുപാട് സംസ്ഥാനങ്ങൾ അവിടെ ഒരു ഭൂരിപക്ഷത്തിൽ ആരും മറ്റു നാഗാലാൻഡ് അടക്കമുള്ളത്. അവർ പുറത്തോ ഇപ്പൊ നടക്കുന്ന ഇവരുടെ ഈ ഇതൊക്കെ ഇവർ നടത്തുന്ന ഈ അഡ്ജസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഞാനൊരു മോശപ്പെട്ട വാർത്തയോടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ ഞാൻ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ജനതാ പാർട്ടി ഭരിക്കുമ്പോ മൊറാർജി ദേശായി ഒരു ഒപ്പിറ്റാക്കി ബില്ല് പറഞ്ഞിട്ട് മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് കൊണ്ടുവന്നപ്പോ മദർ തെരേസ അവർക്ക് ഒരു കത്ത് എഴുതി, മനസ്സിലായില്ലേ? അത് ശരിയല്ല, അതിങ്ങനെ മതപരിവർത്തനം നടത്തണല്ലോ. താങ്കൾ പറഞ്ഞു അങ്ങനെ നടത്തണമെന്നില്ല എന്ന് പറഞ്ഞു. അത് മൊറാർജി ദേശായി കൊടുത്ത മറുപടി ഞങ്ങളുടെ അടുത്ത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കണക്കുകളുണ്ട്. ഓരോ സംസ്ഥാനവും എത്രയാണ് മതപരിവർത്തനം നടത്തുന്നത് അതുകൂടെ നമ്മൾ കണക്കിലെടുക്കണം. ഇന്ന് BJPക്ക് ഇവരുടെ സ്നേഹം കിട്ടുന്നതല്ല, ആ സ്നേഹം ശാശ്വതമല്ല, അതാണ് ശാശ്വതമല്ല. ഫാദർ ജോൺസൺ, ഒരു 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന കണക്കുകളൊക്കെ വെച്ച് നിൽക്കുന്ന കേന്ദ്ര സർക്കാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു സോഫ്റ്റ് നിലപാട് ഇനിയും മുന്നോട്ട് പോകുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞു, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ സംഘപരിവാറിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ആ മനസ്സിൽ ഇപ്പോൾ മനസ്സിലാക്കണ്ടേ എന്ന്. അത് മനസ്സിലാക്കുമോ നിങ്ങളൊക്കെ? അല്ല, ഞങ്ങൾക്കിത് നേരത്തെ തന്നെ അറിയാമല്ലോ. ഇതിപ്പം പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരംഭം മുതൽ തന്നെ ഞങ്ങളിത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനെ തരണം ചെയ്യാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ സംഘപരിവാറിനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ BJPയെ ഭയന്നിട്ടോ ഒന്നുമല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന. ഈ രാജ്യം ഞങ്ങളുടേതാണ്. ഈ രാജ്യത്തെ ഞങ്ങളാണ് ഈ രാജ്യമാക്കി തീർത്തെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. വിദ്യാഭ്യാസ മേഖല മാത്രമല്ലല്ലോ, ആരോഗ്യ മേഖല മാത്രമല്ല, നമ്മുടെ ഭരണഘടനയിലെ ഈ ജനാധിപത്യ സമ്പ്രദായത്തെ മതേതര കാഴ്ചപ്പാടിനെ പോലും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ക്രൈസ്തവരാണ്. അപ്പൊ പിന്നെ അതിനെ തമസ്കരിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഇവിടെ ഭരിച്ച് ഞങ്ങളെയൊക്കെ അങ്ങ് മുടിച്ചു കളയാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം എവിടൊക്കെ ക്രിസ്തീയ സഭകളെ പീഡിപ്പിച്ചു, അപ്പൊ ഉദാഹരണം പറഞ്ഞ റോം തന്നെ, റോമിലെ നീറോ ചക്രവർത്തിമാരാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരെ പീഡിപ്പിച്ചത്. ആ റോം ഇന്ന് കത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണെന്ന് മറന്നു പോകരുത്. ഇനി ചെയ്തു കാണിക്കേണ്ട സമയമാണ്. ഇവിടെ അണികൾ പലരും ആവേശത്തോടു കൂടി ഇങ്ങനെ എതിർക്കുന്ന ആളുകളെയൊക്കെ വെടിവെച്ച് കൊല്ലാൻ നിൽക്കുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളതും ജോമോന്റെ മനസ്സിലുണ്ടല്ലോ.
ജോൺ ബ്രിട്ടാസിനെ പോലും വെടിവെച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവരുണ്ടല്ലോ. ചിലരത് തുറന്നു പറഞ്ഞു, ചിലർ പറയാതെ നടപ്പുണ്ടാവും നമ്മുടെ സമൂഹത്തിലൊക്കെ. ഒന്ന്, അവരെ പറഞ്ഞു മനസ്സിലാക്കാനും ഈ കാര്യത്തിൽ കേരളത്തെ പഴയ കേരളമായി തന്നെ ഇപ്പോൾ അങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് കേരളം, നമ്പർ 1 പല കാര്യങ്ങളിലും. അങ്ങനെ തന്നെ പിടിച്ചു നിർത്താനും കേരളം ശ്രമിക്കുമ്പോൾ അതിനെ തകർക്കാതിരിക്കാനും നോക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കണം. കിരൺ റിജ്ജു ഒക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള 2 കേന്ദ്രമന്ത്രിമാരെയും അത് പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം, സുരേഷ് ഗോപിയെ പ്രത്യേകിച്ചും. ഇല്ലെങ്കിൽ ഈ പറയുന്ന ആവേശമൊക്കെ തീരുമ്പോൾ ഇവരൊക്കെ തിരിഞ്ഞ് തോക്കെടുത്ത് അങ്ങോട്ട് തന്നെ ചൂണ്ടും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് എം പ്രകാശൻ മാസ്റ്റർ, ജോമോൻ ചക്കാലക്കൽ, ഫാദർ ജോൺസൺ തേക്കടയിൽ, ഡോക്ടർ ഫസൽ ഗഫൂർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.